നമ്മുടെ ഡ്രീം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. കള്ളു കുടിച്ചാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഡിസിപ്ലിൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ലൈഫുള്ള ആൾക്കാർക്ക് മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ സാധനം അങ്ങനെ ഫോഴ്സ് ചെയ്യരുത് എന്നുള്ളതാണ് പഠിക്കുമ്പോൾ. നമ്പർ 1 റീസൺ അവർക്കൊരു വ്യക്തമായ ഗോളില്ല എന്നുള്ളതാണ്. ഈ ഒരു ജനറേഷൻ എസ്പെഷ്യലി ജെൻസി ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ആൾക്കാരാണ്. എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ജെൻസിനോട് ഇത് പറയുമ്പോൾ, ഇപ്പോഴത്തെ ആൾക്കാരോട് പറയുമ്പോൾ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാക്കുമെങ്കിലും ദിസ് ഈസ് റിയാലിറ്റി. Hi everyone, welcome to Skill Age Podcast. Skill Age Podcast series in the first video like Swagatham, and the Skill Age Podcast aims to bring experts from different walks of life and get to know their life for real, and their professional life, their career life, and their personal life, their personal success story. This is what Skill Age Podcast is all about. And today is our first video, and we are very excited to have an esteemed guest today. He is also the director of Skill Age Academy, and he has been working tirelessly in the field of education, training, and so much more. Without taking much of your time, let me welcome Dr. Mohammad Rafiq Indan. Thank you. All right. So, I personally know you for some years. എനിക്ക് കുറച്ച് കാലമായിട്ട് സാറിനെ അറിയാം. ബട്ട് ഒരാൾ സാറിനെ ആദ്യമായിട്ട് കാണുകയെന്ന് വിചാരിക്കാം. ആൻഡ് സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഐ വോണ്ട് യു ടു ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഐ വോണ്ട് യു ടു ഡു ഇറ്റ് ആസ് ഇഫ് someone who knows you better would be introducing you to someone who doesn't know you. സാറിന് നല്ല പരിചയമുള്ള ഒരാൾ സാറിന് തീരെ പരിചയമില്ലാത്ത ഒരാൾക്ക് സാറിനെ കുറിച്ച് ഇങ്ങനെയായിരിക്കും പരിചയപ്പെടുത്തുക എന്നുള്ളത്. All right. It's quite challenging. All right. Yeah, give it Since a try. this is an interview with you, I should expect some challenges like this. Sure. And that's an interesting fact, you know. ഞാൻ എന്നെ പറ്റി എനിക്കെന്ത് തോന്നുന്നു പറയാതെ വേറെ എന്നെ നന്നായിട്ട് അറിയുന്ന ഒരാൾ എന്ത് പറയുന്നത്. See, for me, I would like to, not I would like to let the friend. Yeah. All right. It's like, you know, this is Dr. Rafiq Indan, and he is from Wayanad. Okay. And he is a man who is passionate about education, training, and coaching. All right. His main interest is to help people to realize their potential. You know, ഓരോ ആളുകൾക്കും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ആ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യൽ അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ ഒരു ട്രെയിനിങ് സ്കിൽസ് ഉപയോഗിച്ചിട്ട്, നമ്മളൊരു സൈക്കോളജി നമ്മൾ പഠിച്ച തിയറീസൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാളുകളുടെ റിയൽ പൊട്ടൻഷ്യൽ കണ്ടെത്താനും അത് ഡെവലപ്പ് ചെയ്യാനും അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഡോക്ടർ റഫീഖ് ഇന്ദൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡോക്ടർ റഫീഖ് ഹാസ് ഡൺ ഹിസ് PhD ഇൻ എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ. കാരണം മാസ്റ്റേഴ്സൊക്കെ എക്കണോമിക്സിലാണ് മാസ്റ്റേഴ്സ്, പക്ഷേ ഇൻട്രസ്റ്റ് മുഴുവൻ എഡ്യൂക്കേഷനിലാണ്. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വിങ്ങിലാണ് PhD നേടിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ കുറേ ഒരു 15+ years ആക്റ്റീവ്ലി ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻ ദി ഫീൽഡ് ഓഫ് ട്രെയിനിങ് ആൻഡ് കോച്ചിങ്. He has worked in a British university which is in Muscat for 6+ years. And then he moved, he has also worked as an assistant professor in New College in Chennai. Then after that, after his career in abroad, he came back to Kerala and he started serving as the CEO of Straight Path International School. Straight Path International Schoolന് ഒരു വ്യക്തമായ ഒരു വിഷൻ, സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ളൊരു പ്ലാനുമായിട്ടാണ് ഡോക്ടർ റഫീഖ് സ്ട്രെയിറ്റ് പാത്തിലേക്ക് വരുന്നത്. പക്ഷേ ഒരു 2-3 years സ്ട്രെയിറ്റ് പാത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ആ ഒരു ബ്യൂട്ടി, സ്ട്രെയിറ്റ് പാത്തിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ വിഷനോടുള്ള ബ്യൂട്ടി, അതിൻ്റെ ഒരു ടോപ്പ് ലീഡർഷിപ്പിനോടുള്ള ഒരു അഫെക്ഷൻ, ആൻഡ് എബോവ് ഓൾ ആ സ്റ്റുഡൻസിൻ്റെ ഒരു ലൈഫിൽ കാണുന്ന പോസിറ്റീവ് ചേഞ്ചസ് ഇവിടെ തന്നെ ചെയിൻഡ് ആക്കി എന്ന് പറയും. ഒരു തിരിച്ചു പോകുക എന്നുള്ളൊരു സാധനം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് ഹി വാസ് കൺഫൈൻഡ് ടു സ്ട്രെയിറ്റ് പാത്ത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ പാഷൻ എന്ന് പറയുന്നത് സ്കൂളും ഒക്കെ പാഷനാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഒരു യങ് ജനറേഷനെ സ്കിൽഡ് ആക്കുക എന്നുള്ളത്. കാരണം യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ഒരു
പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം അതല്ലേ, അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അവർക്ക് ഗോളില്ല. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ യങ്ങർ ജനറേഷൻ ഫോക്കസ്ഡ് ആവാത്തത് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എ ഗോൾ. അവർക്ക് ലൈഫിൽ എന്താ അച്ചീവ് ചെയ്യണമെന്ന് ദേ ഡോണ്ട് നോ, ആൻഡ് അതെങ്ങനെ അച്ചീവ് ചെയ്യേണ്ടതെന്നും അറിയില്ല. അപ്പോൾ അവർക്ക് സ്കില്ലില്ല, അവർക്കൊരു വ്യക്തമായൊരു ധാരണ ഇല്ല. അപ്പം അത് യങ്ങർ ജനറേഷന് കൊടുത്തിട്ട് അവരൊരു ആക്റ്റീവ് പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് ആക്കുക എന്നുള്ളത്, ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ ഒരു എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആക്കുക എന്നൊരു ഇൻറ്റൻഷനോട് കൂടാണ് സ്കില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അണ്ടർ ഹിസ് ലീഡർഷിപ്പ്. ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് സ്കില്ലേജ്. Under Skillage there are so many programs where the Skillage focuses completely on the skill enhancement, helping the people to find their job, helping the people to find their passion, their profession, and ഒരു കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അപ്പം ഒരു ഓൺലൈൻ എന്ന് വൈഡ് സ്പെക്ട്രം ഓഫ് ഓഡിയൻസിനെ, പാരൻസിനാണെങ്കിൽ പാരൻസിനെ ഒരു എഫക്റ്റീവ് പാരൻസ് ആക്കുക, പിന്നെ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിനെ ആണെങ്കിൽ ഒരു എഫക്റ്റീവ് വർക്കിംഗ് പ്രൊഫഷണൽസ് ആക്കുക, ഓൺടർപ്രണേഴ്സിനെ ആണെങ്കിൽ ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സ് ആക്കുക, ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനാക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടെ ഒരു ആളുകളുടെ ലൈഫ് ടച്ച് ചെയ്യുക എന്നൊരു ഇൻറ്റൻഷനോട് കൂടെയാണ് സ്കില്ലേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് വി ഹവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 1 year. അപ്പം ഇത് സെക്കൻഡ് ഇയറിലാണ്. സെക്കൻഡ് ഇയർ വിത്ത് സോ മെനി പ്രോഗ്രാംസ് വിത്ത് ഡിഫറെൻറ്റ് സ്കീംസ് ആൻഡ് പ്രോജക്ട്സ്. സ്കില്ലേജ് ഇസ് on its right track, on a fast track. Okay. I think this is Dr. Rafiq. All right. Yeah. You have talked a lot about your profession and career. Yeah. But as a person, what does he like and what does he likes to do when he's free? ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയൂലേ, ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കലാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത്. That's a fact. Yeah. But still, out of the time that you're not working, ചെയ്യാത്ത സമയത്ത് the things that you really love to do. ഇഷ്ടം 2 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ. ഒന്ന് റീഡിങ്. എനിക്കൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ കിട്ടിയ ഒരു സാധനമാണ് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ പിന്നെ ഒരു വെറേഷ്യസ് റീഡർ ആവാൻ ചിലപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൻ്റെ തിരക്കിൽ നമുക്ക് ആയിക്കൊള്ളുന്നില്ല. ബട്ട് I make sure that I read at least a few pages every day. അപ്പോൾ in that way I love reading. 2 പിന്നെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഞാൻ കുറേ റിസർച്ച് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരൻറ്റിങ്ങിനെ പറ്റിയാണ്. കാരണം നമ്മൾ കുട്ടികളാണല്ലോ ഡീൽ ചെയ്യുന്നത്. സ്കൂളിൽ നമുക്ക് കുട്ടികളാണ്. അപ്പോൾ ടീച്ചേഴ്സിനോട് കുട്ടികൾ എങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയണമെങ്കിൽ വി ഷുഡ് നോ ദെയർ സൈക്കോളജി അല്ലേ. അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ രീതിയിൽ ഇപ്പം ഫോൺ അഡിക്ഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് എഫക്റ്റീവ് സ്റ്റഡി ഹാബിറ്റ്സ് പോലത്തെ കുറേ റിസർച്ചസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഒരു ലേണിങ്ങും കൂടിയാണ് എൻ്റെ കുട്ടികളോട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്, എൻ്റെ വൈഫിനോട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്, എൻ്റെ ഫാമിലിയോട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഫോർ മീ ഇറ്റ്സ് എൻ എൻജോയ്മെൻറ്റ്. അറ്റ് ദി സെയിം ടൈം ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. എങ്ങനെയാണ് പാരൻ്റ് ആവേണ്ടത്, പാരൻറ്റിലെ മിസ്റ്റേക്സ് എന്തൊക്കെ ആയിരിക്കാം, വാട്ട് വർക്ക്സ് വെൽ വിത്ത് ദി കിഡ്സ്, വാട്ട് വർക്ക്സ് വെൽസ് വിത്ത് യുവർ പാർട്ട്ണർ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പിന്നെ സ്പെൻഡിങ് ടൈം വിത്ത് ദം. ആൻഡ് തേർഡ് ഈസ് ട്രെയിനിങ് ആൻഡ് കോച്ചിങ്. ട്രെയിനിങ് ആൻഡ് കോച്ചിങ് എന്ന് പറയുമ്പം ഫ്രീ ടൈമിലല്ല, ബട്ട് അത് പ്രൊഫഷനാണെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ദാൻ ദി പ്രൊഫഷൻ തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ ഇങ്ങനത്തെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് അതിന് പുറമേ നമുക്ക് ഒരു ട്രൂലി പാഷനേറ്റ് അബൌട്ട് ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ആണ്. ഒരാളുകൾ ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പറയും എനിക്കൊരു കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ അങ്ങേയറ്റമാണെങ്കിൽ എനിക്ക് അവരെ നല്ല സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്കും കോൺഫിഡൻസിലേക്കും സ്മാർട്ട്നെസ്സിലേക്കും എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി എൻ്റെ ഒരു ഫോക്കസ് ഏരിയ ട്രെയിനിങ്ങിൽ കമ്മ്യൂണിക്കേഷനും ലീഡർഷിപ്പുമാണ്. ഒരാളെ നല്ല ലീഡറാക്കാനും ഒരാളെ നല്ലൊരു എക്സലൻറ്റ് കമ്മ്യൂണിക്കേറ്റർ ആക്കാനും എനിക്ക് പറ്റും. കാരണം മാത്രമല്ല ഞാൻ കുറേ വർഷങ്ങളായിട്ടേ ഞാൻ ചില കമ്പനിയുടെ കൺസൾട്ടൻസീസ് എടുത്തിരുന്നു. അതിൽ സ്റ്റാഫ് ട്രെയിനിങ് ഉണ്ടാവും, സിസ്റ്റം ബിൽഡിങ്ങും ഉണ്ടാവും. സിസ്റ്റം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പോളിസീസ് ഉണ്ടാക്കുക. അപ്പോൾ അത് UAE കുറച്ച് ഹോസ്പിറ്റൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്, സൗദി അറേബ്യയിലെ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ കുറച്ച് കമ്പനീസിന് വേണ്ടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ട്രെയിനിങ്. അപ്പം ഇഫ് യു ആസ്ക് മീ വാട്ട് ഐ ലൈക്ക് ടു ഡു മോസ്റ്റ് ഇസ് റീഡിങ്, സ്പെൻഡിങ് ടൈം വിത്ത് എ ഫാമിലി ആൻഡ് ട്രെയിനിങ് ആൻഡ് കോച്ചിങ്. Wonderful. So I guess from what you have said, what I understood is everything is related to your profession. Yeah. Because even the time that you spend with your family, you consider it as an opportunity to learn. To improve. To improve yourself. That's amazing. അത് പൊതുവെ നമ്മൾ പറയുമല്ലോ, നിങ്ങളുടെ ഒരു പ്രൊഫഷൻ നിങ്ങളുടെ ഒരു പാഷനും കൂടെ ആകുമ്പോൾ അതൊരു സ്വീറ്റ് സ്പോട്ടാന്ന് പറയും അല്ലേ. നമ്മളൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്, ഒരു ജോബിലൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. ആ ജോബിൽ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല വഴി എന്താ വെച്ചാൽ, ഒന്ന് യു ഹാവ് ടു ബി എക്സ്പേർട്ട് in what you're doing, and you should be having the experience. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നതോടെ നമ്മൾ എക്സ്പീരിയൻസ്, പിന്നെ നമ്മളതിൽ എക്സ്പേർട്ട് ആവുന്നു, പിന്നെ അത് നമ്മുടെ പ്രൊഫഷനും പാഷനുമായി മാറുന്നുള്ളതാണ്. സോ ദാറ്റ് ബിക്കംസ് എ സ്വീറ്റ് സ്പോട്ട്. അങ്ങനെ ആവുമ്പോൾ you will never think about the alarm or time ticking. You will be living in your job അല്ലെങ്കിൽ in your profession. അതൊക്കെ നമുക്കൊരു എന്താ പറയുക, വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഒരു ഇഷ്യൂ വരില്ല. കാരണം എല്ലാം ലൈഫാണ്. നമുക്ക് ഫാമിലീൻ്റെ കൂടെ ഉള്ളത് വർക്കാണെന്ന് വെച്ചാൽ വർക്ക് ആക്കാം, വർക്കിലുള്ളത് ലൈഫാണെന്ന് വെച്ചാൽ ലൈഫ് ആക്കാം. സോ അങ്ങനെ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്.
നോർമലി ഇപ്പം വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. സോ ഇൻ യുവർ കേസ് ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദർ ഇസ് എ സെഗ്രിഗേഷൻ, വർക്ക് എന്നും ലൈഫ് എന്നും പറഞ്ഞിട്ടുള്ളത്. സോ ആസ് എ പേഴ്സൺ ഞാൻ എങ്ങനെയാണ് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെറുപ്പം പറഞ്ഞ രീതിയിൽ യു ഡോണ്ട് ഫൈൻഡ് എനി ഡിഫറൻസ്, ആ തരത്തിലേക്ക് എനിക്ക് എങ്ങനെ, ജസ്റ്റ് കൺസിഡർ മീ ആസ് എ പേഴ്സൺ ഹു ജസ്റ്റ് ഗ്രാജുവേറ്റഡ്, ഒരു വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ആളാണ്. സോ വാട്ട് അഡ്വൈസ് ഡു യു ഹാവ്? I'll tell you a very simple advice. നമുക്കൊക്കെ ലൈഫിലൊരു ഗോൾ വേണം. നമ്മൾ ഗോൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു മിസ്ഗൈഡഡ് ആവുക. ഇപ്പോൾ എനിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പൊതുവെ ടിപ്പിക്കലി പറയുന്ന പോലെ എനിക്ക് കോഴിക്കോട് പോകണമെന്ന് അറിഞ്ഞാലേ ഞാൻ കോഴിക്കോട് ബസ് കയറുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് എവിടെ പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരാൾ എന്നോട് കൊണ്ടോട്ടി വിളിക്കുന്നു, ഞാൻ കൊണ്ടോട്ടി പോകുന്നു. അവിടുന്ന് വേറെ ആൾ ചെന്ന് തിരൂർക്ക് വിളിക്കുന്നു, ഞാൻ തിരൂർക്ക് പോകുന്നു. അല്ലെങ്കിൽ someone calls me to Trivandrum, then I go to Trivandrum. I'll never reach കോഴിക്കോട് because I don't know I have to reach കോഴിക്കോട് അല്ലേ. അപ്പോൾ ആ ഡയറക്ഷൻ സെറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ഷൻ സെറ്റ് ആവണമെങ്കിൽ 4 ഏരിയ നമ്മൾ പൊതുവെ ഗോൾ സെറ്റ് ചെയ്യുമ്പം നമ്മൾ നമ്മുടെ ഒരു പ്രൊഫഷണൽ ഗോൾ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. ഇത്ര എമൗണ്ട് ഓഫ് മണി എനിക്ക് നെക്സ്റ്റ് ഇയർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്ര ബ്രാഞ്ചസ് എനിക്ക് എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടണം എന്നൊക്കെയാണ് ഗോൾ സെറ്റിങ്ങിൽ മാൻഡേറ്ററി. വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കണമെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗോൾ ഉണ്ടാക്കുമ്പോൾ 4 ഏരിയാസ് അല്ലെങ്കിൽ 4 ഡയമെൻഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറയുന്ന വൺ ഓഫ് ദി ഗോൾസാണ്, ദാറ്റ്സ് നോട്ട് ദി എൻറ്റയർ ഗോൾ. പല ആൾക്കാരും വിചാരിക്കുന്നത് പ്രൊഫഷണൽ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നടക്കുമെന്നുള്ളതാണ്. സി ഇഫ് യു പ്രൊഫഷണലി ഗുഡ് ആൻഡ് ഇഫ് യു ഗെറ്റ് മണി ദെൻ എവറിത്തിങ് എൽസ് വിൽ വർക്ക്. നോ, മേ ബി ദാറ്റ് വിൽ ബി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് യുവർ ഫാമിലി, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് യുവർ ഹെൽത്ത് ഈവൻ, യുനോ. അപ്പോൾ 1 പ്രൊഫഷണലാണ്, 2 പേഴ്സണൽ ഗോളാണ്, 3 റിലേഷൻഷിപ്പ് ഗോളാണ്, 4 സ്പിരിച്വൽ ഗോളാണ്. ഇത് 4 ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. പ്രൊഫഷണൽ ഗോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ബിസിനസ്സിൽ അത് എവിടെ എത്തിക്കണം, വാട്ട്സ് യുവർ പ്ലാൻ ഫോർ നെക്സ്റ്റ് ഇയർ, വാട്ട്സ് എ പ്ലാൻ ഫോർ കമ്മിങ് 3 years or 5 years or 10 years, വാട്ട്സ് എ നോർത്ത് സ്റ്റാർ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. പേഴ്സണലിൽ യുവർ ഹെൽത്ത്, യുവർ ഇംപ്രൂവ്മെൻറ്റ്, യുവർ ഡെവലപ്മെൻറ്റ്, യുവർ റീഡിങ്, എത്ര ബുക്ക് വായിക്കണം, ഇന്ന് എത്ര പേജ് വായിക്കണം, ഇന്ന് ഞാൻ എത്ര നേരം എക്സസൈസ് ചെയ്യണം, ഇന്ന് ഞാൻ എന്ത് കഴിക്കണം, ഹെൽത്തി ഫുഡാണോ അൺഹെൽത്തി ഫുഡാണോ, ഇങ്ങനെ കുറേ ഡിസിഷൻസ് ഉണ്ട്. ഈ നമ്മളുടെ ഒരു പേഴ്സണലി നമ്മളെ ഗൈഡ് ചെയ്യാൻ നമുക്കൊരു ഗോൾ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ പറയുക, വി വോണ്ട് ഫൈൻഡ് ടൈം ടു ഡു എക്സസൈസ്. We won't find time to read. We won't find time to think about the food that we take. അല്ലേ, നമ്മൾ എന്തും കഴിക്കും, എപ്പോൾ വേണമെങ്കിലും എണീക്കും, എപ്പോൾ വേണമെങ്കിലും ഉറങ്ങും, തോന്നുമ്പോൾ എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ്. നമുക്ക് പേഴ്സണൽ ഗോളില്ലെങ്കിൽ പേഴ്സണൽ ഗോൾ നമുക്കുള്ള, അതായത് 24 hours നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം മാറ്റി വെക്കുന്നു, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു നമ്മൾ ഹെൽത്തൊക്കെ, കാരണം മെയിൻലി നമ്മൾ ഒരു വർക്കിൻ്റെ ഒരു എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന 2 കാര്യങ്ങൾ ഹെൽത്തും ഫാമിലിയുമാണ്. ഹെൽത്തിൻ്റെ നമ്മളെന്താ പറയുക, നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കില്ല. യു ഹാവ് സോ മെനി പ്രോബ്ലംസ് അല്ലേ, അപ്പോൾ നമ്മൾ ഹെൽത്ത് ഒന്നുമില്ല. ബട്ട് until you get one single problem, which is the health problem, you will have no other problem, you will have only one problem, that is the health problem. അപ്പോൾ ഇപ്പോഴേ അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്യുക. 3rd റിലേഷൻഷിപ്പ് ഗോളാണ്. റിലേഷൻഷിപ്പ് ഗോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എങ്ങനെയാണ്, നമ്മളൊരു സ്റ്റാർട്ട് വിത്ത് വൈയിൽ നമ്മൾ സൈമൺസിനൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ മരിച്ചു കിടക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അവിടെ ഉണ്ടാവും, മക്കളുണ്ടാവും, മേ ബി പാരൻസ് ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, കൊളീഗ്സ് ഉണ്ടാവും, കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ വന്നിട്ട് നിങ്ങളെപ്പറ്റി എന്ത് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. യു ഹാവ് ഡൺ. അപ്പോൾ ആ ഒരു സമയത്ത് യു ആർ ഡൺ വിത്ത് യുവർ ലൈഫ്. അപ്പോൾ കുറേ ആൾക്കാർ വരുന്നവർ നിങ്ങളെപ്പറ്റി എന്ത് പറയണം, നല്ല ആളായിരുന്നു, നല്ല പാർട്ട്ണറായിരുന്നു, നല്ല അച്ഛനായിരുന്നു, അങ്ങനെ ആ ഒരു സാധനം നമ്മൾ ഇപ്പോഴേ കണ്ടിട്ട് അതിനു വേണ്ടി നമ്മൾ സെറ്റ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പെരുമാറുന്ന രീതി അങ്ങനെ ആയിരിക്കും, മക്കളോട് പെരുമാറുന്ന രീതി അങ്ങനെ ആയിരിക്കും, കൊളീഗ്സിനോട് പെരുമാറുന്ന രീതി അങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ മരണം കണ്ടിട്ടാണ്, ഞാൻ ജീവിക്കുന്നത് ഞാൻ മരിച്ചാൽ ഇവരെന്നെ പറ്റി എന്ത് പറയുമെന്നുള്ള ആലോചിച്ചാണ്. ഓൾമോസ്റ്റ് ഈ ഒരു തീം തന്നെയാണ് നമ്മുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന റോബിൻ ശർമ്മയുടെ ബുക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പേഴ്സണൽ ഗോൾ. ആൻഡ് 4th one is സ്പിരിച്വൽ ഗോൾ. ദാറ്റ്സ് വെരി അൾട്ടിമേറ്റ്. ഇതൊന്നും ഒന്നിന് പുറകെ ഒന്ന് എന്നുള്ളതല്ല, എല്ലാം ഒരുമിച്ച് സഞ്ചരിക്കേണ്ടതാണ്. യുവർ കണക്ഷൻ വിത്ത് യുവർ ഗോഡ്. അപ്പം അതൊരു സ്പിരിച്വൽ എനർജി തരും നിങ്ങൾക്ക്. നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ എലിവേറ്റ് ചെയ്യുന്നത് ആ ഒരു സ്പിരിച്വൽ ഡിവൈൻ എനർജി ആയിരിക്കും. അപ്പം അതിലും നമുക്കൊരു ഗോൾ വേണം. ഹൗ മച്ച് ടൈം വിൽ ഐ സ്പെൻഡ് വിത്ത് മൈ ഗോഡ്, what will I do to make him happy, to please him, end of the day what matters most is his pleasure, his satisfaction അല്ലേ. അപ്പം ഇങ്ങനെ ഒരു 4 ഏരിയാസിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം. ഞാൻ എന്നും രാവിലെ
എൻ്റെ 4 പിന്നെ ഒരു ഗോൾസ് എഴുതി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. സെയിം ഗോൾസ് തന്നെയാണ് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. ഇഫ് യു റൈറ്റ് ഡൗൺ യുവർ ഗോൾസ് ഫോർ 10,000 ടൈംസ് ദാറ്റ് വിൽ ബിക്കം എ റിയാലിറ്റി അല്ലേ. ഇപ്പോൾ ഞാൻ പറയണേ എനിക്കൊരു നെക്സ്റ്റ് ഇയർ ഒരു 2 CR ടേൺ ഓവർ ഉണ്ടാക്കണമെന്ന് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കാം മോർണിംഗ്. അപ്പോൾ അങ്ങനെ എന്നും എഴുതുന്നു, നാളെയും എഴുതുന്നു, സെയിം ഗോൾസ് തന്നെ, കുഴപ്പമില്ല, വൺ ആഫ്റ്റർ ദി അതർ. അത് വിൽ ബിക്കം റിയാലിറ്റി എന്നാണ്. കാരണം എന്താ പറയുക, യുവർ ബ്രെയിൻ വിൽ ബി ഏബിൾ ടു ഫോക്കസ്. നിങ്ങൾ വേറെ ഒന്നിലേക്കും നിങ്ങളുടെ അറ്റൻഷൻ പോയില്ല. ഇത് വേറെ മാജിക് ഒന്നുമല്ല, ഒരു ട്രിക്കൊന്നുമല്ല. നിങ്ങൾ 10,000 ടൈംസ് നിങ്ങളുടെ ഗോൾ എഴുതി എങ്ങനെ നടക്കുക എന്നോ, ഗോൾ എഴുതിക്കൊണ്ട് മാത്രമല്ല, വി ഷുഡ് ബി ടേക്കിംഗ് ആൻ ഇൻസ്പയർഡ് ആക്ഷൻ. പക്ഷേ ആ ഇൻസ്പയർഡ് ആക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എനർജി നമുക്ക് തരിക ഇങ്ങനെ ഗോൾ എഴുതുമ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആവും, നമ്മുടെ എനർജി അതിലേക്കാണ് ഡൈവേർട്ടഡ് ആവുക. അപ്പോൾ ഞാൻ എന്നും രാവിലെ എൻ്റെ ഗോൾ എഴുതുമ്പോൾ 4 പേജസ് മാറ്റി വെക്കും. ഒന്ന് റിലേഷൻഷിപ്പ് ഗോൾ എഴുതാനാണ്, ഒന്ന് പേഴ്സണൽ ഗോൾ എഴുതാനാണ്, പ്രൊഫഷണൽ ഗോൾ എഴുതാനാണ്, സ്പിരിച്വൽ ഗോൾ എഴുതാനാണ്. അപ്പോൾ ദാറ്റ് ഗീവ്സ് മീ എ റോഡ് മാപ്പ് ടു മൈ ലൈഫ് ഫോർ എവറി ഡേ. അവിടെ എല്ലാവരും ഉണ്ട്, എൻ്റെ വർക്ക് ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, ഗോഡ് ഉണ്ട്. All right. So that was a very brief information about goal. So ഈ ഗോളിൽ തന്നെ I guess like there are short term goals and long term goals. So I'm a beginner and I have no clue about എങ്ങനെയാണ് even goal set ചെയ്യുക എന്നുള്ളത് പോലും എനിക്കറിയില്ല. So I want you to teach me like what is short term goal, what is long term goal, and how can I set both and how can I follow that എന്നുള്ളത് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഗോൾസ് 2 അല്ല 3 തരത്തിലുണ്ട്. ഓക്കെ. ഒന്ന്, നമ്മൾ മുമ്പുള്ള ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പം അവർക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ അവർ ട്രാവൽ ചെയ്യാൻ ഉപയോഗിച്ചത് സ്റ്റാർസ് ആണ് അല്ലേ. സ്റ്റാർസിൽ എല്ലാ സ്റ്റാർസും നോക്കാൻ പറ്റില്ല. ഒരു നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നൊരു സ്റ്റാർ ഉണ്ട്. ആ നോർത്ത് സ്റ്റാറിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ലൈഫിൽ ഒരു നോർത്ത് സ്റ്റാർ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് മേ ബി ദാറ്റ് വിൽ ബി യുവർ 10 years ഗോൾ. ഒരു 10 yearsൽ നിങ്ങൾ എവിടെ എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കമ്പനി എവിടെ എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിലാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. 10 years അത് നിങ്ങളുടെ നോർത്ത് സ്റ്റാർ ആണ്. അപ്പോൾ അത് നമുക്കൊരു ലോങ് ടേം ഒരു ഓറിയൻറ്റേഷൻ, ലോങ് ടേം അലൈൻമെൻറ്റ് ടു അവർ ആക്ഷൻസ് തരും എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ എഴുതി വെക്കുക. ദാറ്റ് ക്യാൻ ബി മേ ബി ഒരു 1 or 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. In 10 years, I want to make my company have branches in Dubai or America, or whatever. Like in 10 years time, I want to settle in ഈ ഒരു പ്രത്യേക സ്ഥലത്ത് എനിക്ക് സെറ്റിൽ ചെയ്യണം. 10 yearsൽ എൻ്റെ മന്ത്ലി ഡ്രോയിങ്സ് എത്രയായിരിക്കും അതങ്ങനെ നമ്മളങ്ങോട്ട് മെൻഷൻ ചെയ്യുക. വേറെ ഒന്നും അതിനെപ്പറ്റി ആലോചിക്കേണ്ട, കാരണം അത് നമുക്കൊരു വ്യക്തമായ പ്ലാൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 10 years ആണ് അല്ലേ. പിന്നെ ഉള്ളത് നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു 3 years പ്ലാൻ ഉണ്ടാക്കണം. ഇനി വരാൻ പോകുന്ന ഒരു 3 years അതിന് നമ്മൾ വിവിഡ് വിഷൻ എന്നാ പറയാം. ഈ നോർത്ത് സ്റ്റാർ അത്ര വിവിഡ് അല്ല, അത്ര ക്ലിയർ അല്ല. ഈ 3 yearsൻ്റെത് വിവിഡാണ്, ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പോൾ ഇപ്പോൾ 2025 ആണ്. 2028 വാട്ട്സ് യുവർ ഗോൾ? 2028 വേർ ഡു യു വാണ്ട് ടു റീച്ച്? വാട്ട്സ് യുവർ കമ്പനീസ് പർപ്പസ്? വാട്ട്സ് ദി ഗോൾ? നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ പ്രൊഡക്ട്സിൽ, നിങ്ങളുടെ സർവീസസിൽ, നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് 2028 നിങ്ങൾക്ക് അച്ചീവ് വേണ്ടതെന്നുള്ള ആ ഒരു വിവിഡ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് എഴുതുക. 2020 ബൈ 2028 ഐ വിൽ ബി ദിസ്. എവറി ഇയർ ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഒരു ഫോറിൻ ട്രിപ്പ് ചെയ്യും. മേ ബി ഞാൻ എവറി ഇയർ ഞാൻ പിൽഗ്രിമേജിന് പോകും. എൻ്റെ കമ്പനിയിൽ ഇത്ര ബ്രാഞ്ചസ്, ഇപ്പോൾ ഒരു ബ്രാഞ്ച് ആണെങ്കിൽ ഞാനൊരു 10 branches ആയിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്യും. എൻ്റെ ഒരു ടേൺ ഓവർ ഇപ്പോൾ ഒരു 5 CR ആണെങ്കിൽ മേ ബി ഐ വിൽ മേക്ക് ഇറ്റ് 25 CR or 30 CR. ഇങ്ങനെ ഒരു വിവിഡ് ആയിട്ടുള്ള 2028 പ്ലാൻ, ഒരു 3 years പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇസ് ഈ ഒരു ഗോയിങ് ഇയർ 2025 ആണ്. 2025 പ്ലാൻ, ഈ 2025 പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ എ പ്ലാൻ, ഇറ്റ്സ് എ സ്ട്രാറ്റജി. 2028 ഒരു പ്ലാനാണ്. ദിസ് ഈസ് മൈ പ്ലാൻ. നോർത്ത് സ്റ്റാർ നമ്മളൊരു പ്ലാനാണ്, അല്ലെങ്കിൽ ഒരു ഗോളാണ്, അല്ലെങ്കിൽ ഒരു വിഷനാണ്. 2025 നമുക്ക് പ്ലാൻ കൊണ്ട് കാര്യമില്ല, സ്ട്രാറ്റജിയും കൂടെ വേണം. ഈ 2028 ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി 2025 ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ 1 year ഒരു പ്ലാനും അതിൻ്റെ സ്ട്രാറ്റജിയും ഞാൻ ബിൽഡ് ചെയ്യാം. അത് പേഴ്സണലി ബിൽഡ് ചെയ്യണം, പ്രൊഫഷണലി ഒക്കെ ബിൽഡ് ചെയ്യണം. ഇപ്പോൾ 2025 എനിക്ക് എൻ്റെ ഫാമിലിയോട് ഒരു ട്രിപ്പ് പോകണം. 2025 എൻ്റെ കമ്പനി ഈ ലെവലിലേക്ക് എത്തണം. ഒരു എക്സ്ട്രാ 2 branches കൂടെ ചെയ്യണം. അവിടെ നമുക്ക് 10 branch ആഗ്രഹമെങ്കിൽ മേ ബി അതിൻ്റെ 2 branch ആവും നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെയ്യണത്. മന്ത്ലി ഞാൻ ഇത്ര എമൗണ്ടാണ് സാലറി, അല്ലെങ്കിൽ ഇത്ര എമൗണ്ടാണ് എൻ്റെ റിട്ടേൺ എങ്കിൽ അതിൻ്റെ ഒരു വാട്ട് എവർ എൻ്റെ 2025 എൻ്റെ ഒരു ടേൺ ഓവർ എക്സ്പെക്റ്റേഷൻ പ്ലാൻ എന്താണ്, അതിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അങ്ങനെ പ്ലാൻസ് ഉണ്ടാക്കുക. ആ പ്ലാനിൽ നിന്ന് യു വിൽ ബി ഫർദർ ഡിവൈഡിങ് ദം ഇൻ ടു ക്വാർട്ടേഴ്സ്. ഒരു 4 quarters ഉണ്ടാവും. ഫസ്റ്റ് 3 months, പിന്നത്തെ 3 months, അങ്ങനെ ഒരു 4 quarters ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ക്വാർട്ടേഴ്സിൽ നിന്ന് മന്ത്ലി പ്ലാൻസ് ഉണ്ടാക്കുക. എന്നിട്ട് മന്ത്ലി പ്ലാൻസിൽ നിന്ന് നമ്മൾ വീക്ക്ലി പ്ലാൻസ് ഉണ്ടാക്കുക. Week 1 ദിസ് ഇസ് മൈ ഗോൾ.
മൈ സ്ട്രാറ്റജി കണ്ട വീക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു, അതുകൊണ്ടാണ് ഇതിനൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ബിക്കോസ് യു റിയലി നോ വാട്ട് ടു ഡു. ഇപ്പം ആ 2025 ഇതാണെങ്കിൽ പിന്നെ ഫസ്റ്റ് 3 ക്വാർട്ടേഴ്സിൽ ഫസ്റ്റ് ജനുവരി ഫെബ്രുവരി മാർച്ച് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു അച്ചീവ്. എന്നിട്ട് ആ ജനുവരി ഫെബ്രുവരി മാർച്ച് വീണ്ടും നമ്മൾ ജനുവരി മാത്രം എടുക്കുന്നു. ജനുവരിയിൽ എത്ര സെയിൽസ്, ജനുവരിയിൽ എത്ര അഡ്മിഷൻസ്, ജനുവരിയിൽ എത്ര ബിസിനസ്, ജനുവരിയിൽ എത്ര ബ്രാഞ്ചസ്, യുനോ അങ്ങനെ നമ്മൾ ആ മന്തിനെ എന്നിട്ട് വീക്കാക്കി മാറ്റുക. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് എസ് എ ക്ലിയർ ഡയറക്ഷൻ. നമുക്കിങ്ങനെ ചലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായൊരു ഓറിയൻറ്റഡ് ആയിട്ട് പോകും. പിന്നെ നമുക്കിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആക്ഷൻസ് എടുക്കണം. ഇപ്പം നമ്മുടെ ഈ ഹാൾ റോഡിൻ്റെ ഈ ഇതുണ്ടല്ലോ, മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ബുക്കിൽ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള സേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെക്നീക്സ് പറയുന്നുണ്ട്. അദ്ദേഹം 2ാമത്തെ ബുക്ക് എഴുതി. അതിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് സേവേഴ്സ് എന്ന് പറയുന്ന ഒരു 6 സ്ട്രാറ്റജി. വാട്ട് യു ഹാവ് ടു ഡു ഇൻ ദി മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റുകൊണ്ട് ചെയ്യേണ്ട 6 പ്ലാൻസ് ആണ്, 6 സ്ട്രാറ്റജീസ് ആണ്. അപ്പം അതുകൊണ്ട് മാത്രം കാര്യമില്ല, തിരിച്ചറിഞ്ഞിട്ട് 2ാമത്തെ ബുക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഡ്രീം 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സ്ട്രോങ് ഡിസയർ, 2 ഇൻസ്പയർഡ് ആക്ഷൻ. ഇത് അച്ചീവ് ചെയ്യണമെന്ന് സ്ട്രോങ് ഡിസയർ വേണം. 2028 സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് പോകണമെന്ന് സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിലേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഡെയിലി ചെയ്യുന്ന ആക്ഷൻസ് എല്ലാം നമ്മുടെ ഗോളിൽ ഓറിയൻറ്റഡ് ആയിരിക്കും, ഗോളിൽ അലൈൻഡ് ആയിരിക്കും. എപ്പോൾ മിസ്അലൈൻമെൻറ്റ് വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. അതായത് എൻ്റെ ഫാമിലി എന്നെപ്പറ്റി എന്ത് പറയുന്നത് എനിക്കറിയാലോ, നല്ല രീതിയിൽ എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് പോകണം, എൻ്റെ വൈഫായിട്ട്, എൻ്റെ ഉമ്മയായിട്ട്, എൻ്റെ മക്കളായിട്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈഡ് ആക്കാത്ത എന്തെങ്കിലും സാധനം വരുമ്പോൾ ഐ വിൽ ഗോ, മേ ബി എനിക്ക് ടെൻഷൻ വരും ഇൻറ്റേർണലി. അപ്പോൾ നമ്മളുടെ ടെൻഷൻ ഈസ് എ റിസൾട്ട് ഓഫ് മിസ്അലൈൻമെൻറ്റ് ഫ്രം യുവർ ഡ്രീം. നമ്മുടെ ഡ്രീം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. കള്ളു കുടിച്ചാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, വെറുതെ പിന്നെ ഡ്രഗ് അടിച്ചാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം അത് നമ്മുടെ ഗോളിൽ നിന്ന് മാറ്റുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? അതാണ് ഗോളിൻ്റെ ഒരു ഭംഗി. നമ്മളെ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആക്കും, നമ്മളെ സ്ട്രക്ചേർഡ് ആക്കും. ആൻഡ് റിമെമ്പർ ദിസ്, ഡിസിപ്ലിൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ലൈഫുള്ള ആൾക്കാർക്ക് മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടുള്ളൂ. അത് എത്ര ഗ്രേറ്റ് പേഴ്സൺസ് ബി ഇൻ ടേംസ് ഓഫ് ബിസിനസ് ഓർ ഫിലോസഫി എന്താണെങ്കിലും ഡിസിപ്ലിൻ ആൻഡ് സ്ട്രക്ചർ ആർ കീ ടു സക്സസ്. So discipline and structure. So can you define what is discipline you mean? Like discipline basically ഞാൻ ചില ആൾക്കാരോട് പറയലേ അത് എബിലിറ്റി ടു സേ നോ ആണ്. എബിലിറ്റി ടു സേ നോ, കപ്പാസിറ്റി ടു നൈസ്. നമ്മൾ ഒരു കറേജിയസ് ആവുക. എന്തിന് നോ പറയാൻ കറേജിയസ് ആവുക. എന്തിനോടാണ് നോ പറയേണ്ടത്? നമ്മൾ ബേസിക്കലി ഇപ്പം ഖുർആനിലൊരു സാധനമുണ്ട്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസു. ബേസിക്കലി നമ്മുടെ ബോഡി നമ്മളെ തെറ്റിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. നമുക്ക് വെറുതെ ഇരിക്കാനല്ലേ ഇഷ്ടം, അല്ലേ? എത്ര നേരമാണെങ്കിലും ഉറങ്ങാനല്ലേ നമുക്കിഷ്ടം. തോന്നുമ്പോൾ ഉറങ്ങുക, അല്ലെങ്കിൽ തോന്നുന്ന അത്രയും ഉറങ്ങിക്കൊണ്ടിരിക്കുക. രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമില്ല പൊതുവേ. ആ ഒരു 9 മണി 10 മണി വരെയൊക്കെ ഇരിക്കാനാണ് നമുക്കിഷ്ടം. എന്തും കഴിക്കാനല്ലേ നമുക്കിഷ്ടം, ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കാനല്ലല്ലോ. എക്സസൈസ് ചെയ്യാതിരിക്കാനാണല്ലോ. അതാണ് പറയുന്നത്, ബേസിക്കലി നമ്മുടെ ബോഡി നമ്മളെ പ്രേരിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻറ്റേർണൽ ഏർജിനോട് നോ പറയലാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കുറേ നേരം ഉറങ്ങുക എന്ന് നമ്മുടെ ബോഡി പറയുമ്പോൾ നോ, ഐ ഹാവ് സംതിങ് ടു ഡു. വായിക്കേണ്ടെന്ന് ബോഡി പറയുമ്പോൾ നോ, ഐ ഹാവ് ടു റീഡ്, ഐ ഹാവ് ടു ഡെവലപ്പ്. എക്സസൈസ് ചെയ്യേണ്ട, ജിമ്മിൽ പോകണ്ടെന്ന് ബോഡി പറയുമ്പോൾ നോ. നമ്മുടെ ഫ്രണ്ട്സ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ ചുമ്മാ വൈബടിക്കാൻ ഒരു ട്രിപ്പും ലീഷറൊക്കെ വേണം, ഫാമിലി ഫ്രണ്ട്സ് ഇതൊക്കെ നിർബന്ധമാണ്. പക്ഷേ ഇത് മാത്രമുള്ളൊരു ലൈഫ് നയിക്കുന്ന ഫ്രണ്ട്സ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നോ ടു ദം. അപ്പോൾ നോ ടു ബാഡ് റിലേഷൻഷിപ്സ്, നോ ടു ബാഡ് ഹാബിറ്റ്സ്, നോ ടു ബാഡ് എൻവയോൺമെൻറ്റ്. ഇങ്ങനെയുള്ള കുറേ നോ പറയലാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. Wonderful. Okay, coming back to what you said about goals. അപ്പം ഒരു 10 yearsൻ്റെ ഒരു ഗോൾ പറഞ്ഞു. സോ 10 years is not very vivid, ക്ലിയർ അല്ല. ഓക്കെ, സോ പൊതുവേ ആളുകൾക്കുള്ളൊരു മൈൻഡ് സെറ്റാണ്, ഇഫ് ഐ എം സേയിങ് ദാറ്റ് മൈ 10-year goal is to own a luxurious car like maybe Lamborghini, Ferrari or any such cars. സോ ഞാനത് പറയുന്നുണ്ടെങ്കിലും ഇൻറ്റേർണലി എൻ്റെ മൈൻഡിൽ അത് അച്ചീവബിൾ ആണോ എന്നുള്ള ഒരു ഡൗട്ട് വരുന്നു. സോ വൈ ഡസ് ഇറ്റ് കം?
Yeah. And what is the limit of goals that we can dream? വെരി ഗുഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് അതെങ്ങനെയാണ്? ക്വസ്റ്റ്യൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ആൻസർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കോച്ചിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഇൻറ്റേർണൽ ക്വസ്റ്റ്യനും ഒരു സെൽഫ് ഡൗട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഹൗ എന്ന് പറയുന്ന പാട്ടിനെ പറ്റി ചിന്തിക്കും. Yeah, true. എനിക്കൊരു ലംബോഗിനി വാങ്ങിക്കണം, എങ്ങനെ വാങ്ങാനാ? ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹൗവിനെ പറ്റി ആലോചിക്കുന്നത്. പക്ഷെ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 10 വർഷം എന്ന് പറഞ്ഞാൽ 2035 ആണ്. 2035 ഇന്നത്തെ ദിൽഷാദ് അല്ല അന്നത്തെ ദിൽഷാദ്, ഇന്നത്തെ നിങ്ങളുടെ കപ്പാസിറ്റി അല്ല ഇന്നത്തെ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും അല്ല, റൈറ്റ്? ഇന്നത്തെ സിറ്റുവേഷൻസേ അല്ല. നിങ്ങൾ ഡെയിലി വായിക്കേണ്ടത്, നിങ്ങൾ ഡെയിലി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, യു ഡ്രീം, യു വിഷ്വലൈസ്, യു ഗീവ് സെൽഫ് അഫർമേഷൻസ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതായത് എന്താ വെച്ചാൽ ഇന്നത്തെ നമ്മളെന്ന് പറയുന്നത് ഇന്നലത്തെ നമ്മുടെ ബിലീഫ് സിസ്റ്റവും ഇന്നലത്തെ നമ്മുടെ തോട്ടും ഇന്നലത്തെ നമ്മുടെ ആക്ഷനുമാണ്. ഇന്നലെ ഞാൻ വിശ്വസിക്കുക, ഇപ്പം ഇന്നലകളിൽ എൻ്റെ വിശ്വാസം എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് കോൺഫിഡൻസ് ഇല്ല എന്നാണെങ്കിൽ എൻ്റെ ചിന്ത അങ്ങനെ തന്നെയാണ്. ഞാൻ സംസാരിച്ചാൽ തെറ്റിപ്പോവും, ആൾക്കാർ കളിയാക്കും, അങ്ങനെയുള്ളൊരു തോട്ട് സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്യുക. അതായത് എൻ്റെ തോട്ട് വരുന്നത് എൻ്റെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ്. എനിക്ക് കഴിയൂല, ഞാൻ സ്മാർട്ടല്ല, കോൺഫിഡൻ്റ് അല്ല എന്നാണ് എൻ്റെ ബിലീഫ് സിസ്റ്റം എങ്കിൽ എൻ്റെ ആക്ഷൻസൊക്കെ ആ രീതിയിലാണ് വരിക. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിലീഫ് സിസ്റ്റം, ഇന്നത്തെ നമ്മൾക്കുള്ള തോട്ട്സ്, ഇന്നത്തെ നമ്മുടെ ആക്ഷൻസ് ആണ് നാളത്തെ നമ്മൾ ഉണ്ടാക്കുക. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ 2035 നിങ്ങൾക്ക് ഒരു ലംബോർഗിനി കാറ് വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ ഹൗ എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് മീൻസ് യുവർ ഗോൾ ഈസ് നോട്ട് ഹ്യൂജ്. അത് ഭയങ്കര ഗോളൊന്നുമില്ല, അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2035 എനിക്കൊരു സ്വിഫ്റ്റ് കാറ് വാങ്ങിക്കണം എന്നാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. നിങ്ങളുടെ ബ്രെയിനിന് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബിക്കോസ് ഹൗ പാർട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഹൗ പാർട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റരുത്. നമ്മൾ ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നെവർ തിങ്ക് അബൌട്ട് ഹൗ എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അത് നമ്മളുടെ ഡെയിലി ആക്ഷൻസോട് കൂടെ അങ്ങ് നടക്കും. നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുക വിഷ്വലൈസ്. ആ സാധനം, അത് ഫെറാറി കാറാണെങ്കിൽ ആ ഫെറാറി കാറിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്നും കാണുന്ന സ്ഥലത്ത് വെക്കുക, നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുക, നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ വെക്കുക, സ്ഥിരം അതിനെ കണ്ടുകൊണ്ടേയിരിക്കുക. യുവർ ബ്രെയിൻ വിൽ അട്രാക്റ്റ് ഇറ്റ്. അത് ഏതുപോലെയാണെന്നറിയോ? നമ്മൾ ആമസോണിലൊരു സാധനം ഓർഡർ ചെയ്യുന്ന പോലെയാണ്. ആമസോണിലൊരു സാധനം ഓർഡർ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം കൊണ്ടാണല്ലോ. അത് ഓർഡർ ചെയ്തിട്ട് അത് നമ്മൾക്ക് വരുമോ ഇല്ലയോ, നമ്മുടെ അടുത്തേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾക്ക് വിശ്വാസമല്ലേ ദാറ്റ് വിൽ കം എന്ന്. അപ്പോൾ ആ ഓർഡർ പ്ലേസിംഗ് ആണ്. ഫെറാറി കാറിൻ്റെ ഫോട്ടോ വെക്കുന്നത് ഓർഡർ പ്ലേസിംഗ് ആണ്. നമ്മൾ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്യുന്ന പോലെയാണ്. പിന്നെ ആമസോണിൽ നമുക്ക് വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്, ആമസോണോ ഫ്ലിപ്കാർട്ടൊക്കെ ആകുമ്പം. കാരണം അത് ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്, നമുക്കൊരു ഡൗട്ട് ആയിരിക്കും. പിന്നെ ആകെ ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് വലിയ പേടി ഉണ്ടാവില്ല, പക്ഷേ ഡൗട്ട് ഉണ്ടാവും അത് വരുമില്ല എന്നുള്ളത്. ബട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനെയല്ല, റൈറ്റ്? അപ്പോൾ നമ്മൾ അത് നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് സ്ട്രോങ്ലി വിശ്വസിക്കുക. നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മളിലേക്ക് വരുന്നുണ്ട് സ്ട്രോങ്ലി വിശ്വസിക്കുക. എന്നിട്ട് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫീൽ എന്താ? ഇമോഷൻ എന്താ? ഹാപ്പിനെസ് അല്ലേ? എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ്, ഒരു ക്യൂരിയോസിറ്റി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതൊക്കെയല്ലേ? ആ ഫീലിംഗ് ഇപ്പോഴേ അനുഭവിക്കുക. ഒരു ഫെറാറി കാറ് കിട്ടിയാലുണ്ടാവുന്ന ഒരു ഇമോഷൻസ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഹാപ്പിനെസ്സിൽ ജീവിക്കുക. അത് നമ്മുടെ ബ്രെയിൻ അതിനു വേണ്ടി സെറ്റാക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഈസ് എൻ അമേസിങ് ഒരു തിങ് ആണ്. ഒരു പടച്ചോൻ തന്നിട്ടുള്ള ഒരു വലിയൊരു ഒരു അത്ഭുതമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. എന്താണോ നിങ്ങളുടെ ബ്രെയിനിന് വേണ്ടത് അതിനെ അട്രാക്റ്റ് ചെയ്യും. ആ എന്താണോ വേണ്ടത് അതിനെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആൾക്കാരൊക്കെ ഭയങ്കര ചീറ്റിംഗ് ആണ് എന്നാണ് എൻ്റെ ബ്രെയിനിൽ ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ, എൻ്റെ ബ്രെയിനോട് ഞാൻ നിരന്തരം അതാ പറയുന്നതെങ്കിൽ, കാണുന്ന ആൾക്കാരൊക്കെ ചീറ്റിംഗ് ആയിരിക്കും എനിക്ക് തോന്നുക. ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിയാൽ ഒരു കേടുള്ള ഒരു ഓറഞ്ച് അതിൽ ചിലപ്പോൾ ഒരു കേടുള്ള ഒരു ആപ്പിൾ അതിലുണ്ടാകും. കാരണം ആൾക്കാരൊക്കെ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പൈസ കൊടുത്തു തിരിച്ചു വരുമ്പോൾ ഒരു 5 രൂപ കുറഞ്ഞ് കണ്ടോ എല്ലാവരും ചീറ്റിംഗ്. ഹോസ്പിറ്റലിൽ പോയാൽ ഇത് ഫുള്ള് ചീറ്റിംഗ് ആണ്, ബിസിനസ്, ഇങ്ങനെയുള്ള രീതി. നമ്മൾ എന്താണ് നമ്മൾ ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കുന്നത് അതെന്നെ ബ്രെയിന് പുറത്തുകൊണ്ട് വരും. അതിന് RAS എന്ന് പറയും, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ബ്രെയിനിലൊരു ഓർഗനാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അത് ശരിയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. എന്തിന്? ടു മേക്ക് യു ഹാപ്പി. ബ്രെയിനിൻ്റെ ഒരു ലോങ് പേർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ ഹാപ്പി ആക്കലാണ്. അതുകൊണ്ടാണ് നമുക്ക് കുറേ നേരം റീൽസ് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം. കാരണം ബ്രെയിൻ അതിനെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം ഏതാ?
ലിവർപൂളിന്റെ കളി കാണാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളെ വന്നിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണോ? യു ഗോ ആൻഡ് വാച്ച്, അങ്ങനെ വേണ്ടല്ലോ. അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലേ ആ ഒരു സാധനം. ആ ലിവർപൂള്, നിങ്ങൾക്ക് ആ ലിവർപൂൾ എന്ന് പറയുന്ന ഒരു സാധനം കളി കാണുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉള്ളതുകൊണ്ട് യുവർ ബ്രെയിൻ വിൽ സപ്പോർട്ട് യു ടു വാച്ച് ലിവർപൂൾ. അത് ഉറക്കുന്ന ഒരു വിഷയമല്ല. ഒരു ബുക്ക് വായിച്ചിട്ട് രാത്രി 2 മണി 3 മണി വരെ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കില്ല, അല്ല ലിവർപൂളിന്റെ കളി കണ്ടിട്ട് നിങ്ങൾ ഇരിക്കില്ലേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും ലിവർപൂളിന്റെ കളി ഉണ്ടെങ്കിൽ യു വിൽ സ്റ്റിൽ വാച്ച് ഇറ്റ്, റൈറ്റ്? ആൻഡ് അത്രയും യു ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ വിൽ സപ്പോർട്ട് യു. അപ്പോൾ ബ്രെയിനിന്റെ പർപ്പസ് ടു മേക്ക് യു ഹാപ്പി. അത് ഹാപ്പി ആക്കണമെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് പറയുക, നിങ്ങളെടുത്ത ഡിസിഷൻ ശരിയാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരണം. ഒരു സിമ്പിളായിട്ട് നിങ്ങളൊരു കാറ് വേണമെന്ന് ആഗ്രഹിച്ചു, ഇപ്പോൾ ഫെറാറി അല്ല, വേറെ ഏതെങ്കിലും ഒരു കാർ. ഇപ്പം ഫെറാറി നമുക്ക് ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഒരു സിംപ്ലി മേ ബി ഒരു ഇമ്മീഡിയറ്റ് ഒരു ഗോൾ ഏതെങ്കിലും ഒരു കാറിനെ പറ്റി, ഒരു ഫോർച്യൂണർ ആണെന്ന് ആലോചിച്ചു. അത് നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ റോഡിൽ ഇറങ്ങിയാൽ കാണുന്നതൊക്കെ ഫോർച്യൂണർ ആയിരിക്കും അല്ലേ? കാണുന്ന കുറെ കാസുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ നോട്ട് ചെയ്യുന്നത് ഫോർച്യൂണറാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അതാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റഡ് സിസ്റ്റം. വാട്ട് യു വോണ്ട് ദാറ്റ് വിൽ കം ടു യു, ദാറ്റ് വിൽ പോപ്പ് അപ്പ്. അതിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുപോകും, നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോകും. അപ്പോൾ ഫെറാരി ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫെറാരി എത്തുന്ന തരത്തിലേക്കുള്ള ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. കുറേ ആൾക്കാർ ഇതിനെ റോങ് ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഫെറാരി കാർ ഇവിടെ ഇങ്ങനെ വെച്ച് ഇന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്നാ. നോ, ദാറ്റ് ഷുഡ് ഫോളോ. That should be followed by an inspired action. ആ ഇൻസ്പയർഡ് ആക്ഷൻ, വി നീഡ് എനർജി, വി നീഡ് ഫോക്കസ്. ആ ഫോക്കസും എനർജിയും ഇത് കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ലിവർപൂളിന്റെ ഗെയിം കാണാനുള്ള ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ പോലെ ഇതിനു വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ ഒരു ഇൻസ്പിറേഷനും ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷനും ഈ ഒരു സാധനം നമുക്ക് തരും. Wonderful. So that was all about goals. Yeah. Now, I recently came to know that you have designed a beautiful course for parents and students. Exam-based in the term. So, I really want to know more about that. All right. എന്തായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു അങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം അല്ലേ? അതെ, ഞാനും ആ കാരണമാണ് ശരിക്കും ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം, ഒരു ഇന്ത്യൻ സ്കൂളിംഗ് സിസ്റ്റം ഒരു അക്കാഡമിക്സ് ഓറിയന്റഡ് ആണ് അല്ലെ, ഒരു മാർക്ക് ബേസ്ഡ് ആണ്, എക്സാം ഓറിയന്റഡ് ആണ്. അത് ഒരു ഇൻഡിവിജ്വൽ സ്കൂൾ, ഫോർ എക്സാമ്പിൾ സ്ട്രേറ്റ് പാത്ത് അല്ലെ ഏതെങ്കിലും ഒരു സ്കൂള്, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വഴി 1ാം ക്ലാസ്സിന് തീർക്കേണ്ട പാഠഭാഗങ്ങളുണ്ട്, 2ന് തീർക്കേണ്ട പാഠഭാഗങ്ങളുണ്ട്, 9th 10th ഒക്കെ എത്തിക്കഴിഞ്ഞ് എക്സാംസ് ഉണ്ട്, ആനുവൽ എക്സാംസ് ആണ്, പബ്ലിക് എക്സാംസ് ആണ്. അപ്പോൾ പാരൻസും കമ്മ്യൂണിറ്റി ഒക്കെ മാർക്സിനെ പറ്റി നോക്കുകയാണ്, ബോത്തേഡാണ്. അപ്പം അങ്ങനെ ഒരു എക്സാം ഓറിയന്റഡ് സിസ്റ്റമാണ്. ഈ എക്സാം ഓറിയന്റഡ് സിസ്റ്റത്തിന്റെ പ്രശ്നം അവരുടെ മെയിൻ ഫോക്കസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുക അല്ലേ, ആക്ടിവിറ്റീസ് they have to teach എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ എങ്ങനെ പഠിക്കണമെന്ന് നമ്മുടെ മക്കളോട് പറയുന്നില്ല. ഈ ടീച്ചേഴ്സ് ആർ ടു ബിസി ഇൻ ടീച്ചിങ്. ഭയങ്കരമായിട്ട് പഠിപ്പിക്കുക. ഇനി എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടത് കുറച്ചും കൂടെ ടൈറ്റ് ആവുക ചെയ്യുക. ആക്ടിവിറ്റീസും കൊടുക്കണം, പഠിപ്പിക്കുകയും വേണം. ആദ്യം ഇങ്ങനെ ഒരു നെറ്റൗട്ടായിരിക്കും ടീച്ചേഴ്സും കുട്ടികളും പാരൻസും ഒക്കെ. അപ്പോൾ പഠിപ്പിക്കുന്നു, പഠിക്കാൻ കുട്ടീനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീട്ടിലത്തെ പാരൻസ് പറയുന്നു പഠിക്കൂ, ഹോംവർക്ക് ചെയ്യൂ, അങ്ങനെ മാർക്ക് എക്സാം അത് തന്നെ പഠിക്കും. ഒരാൾ പോലും കുട്ടീനോട് എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് പലപ്പോഴും ആ ജിം കുക്കിൻ്റെ കഥ ഓർമ്മ വരിക. ജിം കുക്ക് ബ്രെയിൻ ഡാമേജ് ആണ്, ഒന്നും പഠിക്കാനാവില്ല, മന്ദബുദ്ധിയാണെന്നൊക്കെ ടീച്ചേഴ്സൊക്കെ മാറ്റി നിർത്തിയെടുത്തുനിന്ന് ഹി ബിക്കേം എ ബ്രെയിൻ എക്സ്പേർട്ട്, ഹി ബിക്കേം എ ബ്രെയിൻ കോച്ച്. എന്നിട്ട് മൂപ്പർ എഫക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ഒക്കെ മൂപ്പർ കൊണ്ടുവന്ന് മൂപ്പർ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാരും എന്നോട് പഠിക്കൂ എന്ന് പറഞ്ഞു, ഒരാൾ പോലും എന്നോട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് ഞാൻ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യം എന്താ പറയുക, ചില ടീച്ചേഴ്സും പാരൻസും കുട്ടികളെ സൈഡ് ലൈൻ ചെയ്യും. പാരൻസ് ചെയ്യുന്നത് ടീച്ചേഴ്സിൻ്റെ ഇൻപുട്സ് വെച്ചിട്ടാണ്. ഇവൻ പഠിക്കാത്തവനാണ്, ഇവനൊന്നും ചെയ്യുന്നില്ല, ഇവന് സ്മാർട്ടല്ല, ഇവൻ ആക്റ്റീവ് അല്ല, ഇവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇവൻ ഹോംവർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻസാണ് നമ്മളെ കുട്ടികൾ കേട്ടോ. എങ്ങനെ അവർ പഠിക്കുക? ഒരാൾ പോലും ഈ മോന് ഈ രീതി പറ്റാഞ്ഞിട്ടാണ്, അവൻ എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയാഞ്ഞിട്ടാണെന്നാണ്. അപ്പോൾ ഞാൻ ഈ എഫക്റ്റീവ് ടീച്ചിങ് സ്റ്റഡി ഹാബിറ്റ്സും ടെക്നിക്സും ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ളൊരു കാരണം ബേസിക്കലി ഇതാണ്. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ChatGPT വന്നു. ChatGPT നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടല്ലല്ലോ, പക്ഷേ നമ്മളത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കൊരു എന്താ പറയുക, വി വർ ഏബിൾ ടു അഡാപ്റ്റ് ടു ഇറ്റ് അല്ലേ. അത് നമ്മളൊരു പഠിക്കുക. കാരണം ChatGPT ഉപയോഗിക്കാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കുറേ പിന്നെ എന്താ പറയുക, സോഫ്റ്റ്വെയർസും ആപ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ അറിയാത്ത, ഇവൻ പവർ പോയിന്റ് ചെയ്യാൻ അറിയാത്തവരുണ്ട്, ക്യാൻവ ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടല്ലോ. ഇത് ഉപയോഗിക്കാൻ അറിയുന്നവർ എങ്ങനെ പഠിക്കണം എന്നറിഞ്ഞവരാ. അത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടല്ല,
പക്ഷേ നമുക്ക് എങ്ങനെയോ കിട്ടിയൊരു സ്കില്ലാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ChatGPT നമ്മൾ ഉപയോഗിക്കുന്നു, ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു, ക്യാൻവ ഉപയോഗിക്കുന്നു, വാട്ടെവർ എന്തൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ നമുക്ക് പറ്റാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അത് എങ്ങനെ പഠിക്കണം എന്നറിയുന്ന ഒരു ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. അതിൽ പലപ്പോഴും നമ്മൾ മക്കൾക്ക് ഞാൻ പറയാറ്, നമ്മൾ എക്സ്പെൻസീവ് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, നല്ല ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും, 10,000-യും 15,000-യും ഇലക്ട്രിക് കാർസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, റെസ്റ്റോറൻറ്റ്സിൽ കൊണ്ടുപോകും, ടൂർ കൊണ്ടുപോകും, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ അവരുടെ ലൈഫിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അവരെ എങ്ങനെ പഠിക്കണം എന്നവരെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്. അതാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ കുട്ടി പിന്നെ ഇത് ഒരു കോഴ്സ്, ഒരു സ്കില്ല് നേടുന്നൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊരു സമയമെടുക്കുന്ന പ്രോസസ്സ്. അതിൽ കുറേ സമയമൊന്നുമല്ല, അവരിപ്പോൾ പഠിക്കുന്ന രീതിയൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ചിലപ്പോൾ അവർ 2 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന സാധനങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയ സാധനം പറഞ്ഞുതരാം. ഇന്ത്യൻ പ്രസിഡൻസ്, ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഡോക്ടർ രാജേന്ദ്ര. യുനോ നല്ല ജനറൽ നോളജൊക്കെ ആണ് അത്. അവിടെ മുതൽ പിന്നെ ലാസ്റ്റ് വരെയുള്ള എല്ലാ പ്രസിഡൻസിൻ്റെയും പേര് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ സമയം തന്നാലും മേ ബി യു വിൽ ടേക്ക് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ മേ ബി ഒരു 1/2 hour ഒക്കെ എടുക്കും. ചിലപ്പോൾ ഓരോന്നും ഇങ്ങനെ പഠിക്കണം. ഫസ്റ്റ് രാജേന്ദ്ര പ്രസാദിന് ശേഷം വന്നതുള്ളൊരു സാധനം ഇങ്ങനെ പഠിക്കണം, കുറേ ലിസ്റ്റ് 14-15 പ്രസിഡൻസിൻ്റെ. ഇതെനിക്കൊരു 10 minutes കൊണ്ട് പഠിപ്പിച്ചു തരാൻ പറ്റും. ജസ്റ്റ് വിത്ത് 10 minutes, വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലെങ്കിൽ വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. അതാണ് ഞാൻ ഈ കോഴ്സിൽ ചെയ്യുന്നത്. നമ്മൾ പഠനം എങ്ങനെ എഫക്റ്റീവ് ആക്കും. 2 മണിക്കൂർ വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ചലഞ്ചാണ് അല്ലേ? അത് മാറ്റിയിട്ട് അവർ പഠിക്കുന്ന സമയം ആസ്വദിച്ചിട്ട് എഫക്റ്റീവ് ആക്കിയിട്ട് അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പഠിക്കേണ്ട സാധനങ്ങൾ അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്യാന്ന് പറയുമ്പോൾ ചൈൽഡും ഹാപ്പി, പാരൻറ്റും ഹാപ്പി, ടീച്ചേഴ്സും ഹാപ്പി, മാർക്സും വരുന്നത്. പിന്നെ കുട്ടി പഠനം ആസ്വദിക്കാൻ തുടങ്ങും. എൻ്റെ എപ്പോഴും ഉള്ള സാധനം വെച്ചാൽ ഇവർ പഠിക്കാനിരിക്കുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സ് ആയിരിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ഇരിക്കുന്നത് പാസീവ് പ്രോസസ്സാണ്. വായിച്ചുകൊണ്ടേ ഇരിക്കുക, എങ്ങനെ ഉറക്കും ചിലപ്പോൾ. അങ്ങനെ വായിച്ചുകൊണ്ടേ ഇരുന്നാൽ ഇതിപ്പോൾ വായിച്ചുകൊണ്ടേ ഇരുന്നാൽ അതൊരു പാസീവ് പ്രോസസ്സാണ്. അത് നമ്മളിങ്ങനെ ഇതിൽ കുറച്ച് ആക്റ്റീവ് ആക്കാനുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകുന്ന പ്രശ്നമുള്ള ആൾക്കാർ, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. പഠനം തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവാം, അവർക്ക് എങ്ങനെ പഠനത്തെ ഇഷ്ടപ്പെടുത്താൻ പറ്റും. എക്സാം എന്ന് കേട്ടാൽ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും, ആ എക്സാം പേടി എങ്ങനെ മാറ്റാൻ പറ്റും. എക്സാം എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് മുമ്പ് എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒരു ആൻസർ ഷീറ്റ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു ലിങ്കിങ് മെത്തേഡ്, ലൊക്കേഷൻ മെത്തേഡ്, നിമോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു സ്മാർട്ട് സ്റ്റഡി ഹാബിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ റെയിൻബോൻ്റെ കളേഴ്സ് പഠിക്കാൻ നമ്മളൊരു കോഡ് ഓർക്കും, വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു കോഡ് ഇല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറയുന്നത്. അത് വിബ്ജിയോർ അല്ലേ, നമ്മൾ റെയിൻബോ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അത് ആ കോഡിൻ്റെ പ്രത്യേകതയാണ്. ആ കോഡ് ഉണ്ടാക്കാൻ നിമോണിക്സ് എന്നൊക്കെ പറയും. ഇങ്ങനെ കോഡുകൾ എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ ടോപ്പിക്സ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ ആ കോഴ്സിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ABCD എങ്ങനെയാണ് പഠിച്ചത് എല്ലാവരും? ഇറ്റ് വാസ് ലൈക്ക് എ സോങ്. അതൊരു ഒരു ടെക്നീക്കാണ്. ABCD എന്നുള്ള ആ സോങ് പഠിച്ചിട്ടാണ് എല്ലാ KG കുട്ടികളും ABCD. ആരെങ്കിലും പറ്റും B അങ്ങനെ പഠിച്ചാൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇതാണ് കോഡിൻ്റെ പ്രത്യേകത. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം, വിയേർഡായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പം ഇതുപോലത്തെ നിമോണിക്സ്, സ്മാർട്ട് സ്റ്റഡി ഹാബിറ്റ്സ്, ലിങ്കിങ് മെത്തേഡ്, ലൊക്കേഷൻ മെത്തേഡ്, പെക് സിസ്റ്റം, മെമ്മറി ബൂസ്റ്റിംഗ് ടെക്നിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ്. ആൻഡ് ഈ ബുദ്ധി, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫുഡ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 15ഓളം ബ്രെയിൻ ജിം ആക്ടിവിറ്റീസും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഈ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ പാരൻസിന് കുറേയും കൂടെ അതേപോലത്തെ സാധനങ്ങൾ സെർച്ച് ചെയ്തിട്ട് അവർക്ക് കുട്ടികൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. 2 സാധനങ്ങളാണ് ഇതിൽ സംഭവിക്കുക. ഒന്ന്, ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കോളേജ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുന്നവർക്ക് സെൽഫായിട്ട് തന്നെ അവർ പഠിച്ചു പോവാം. മറ്റേത് പാരൻറ്റും കുട്ടിയും, ചെറിയ കുട്ടികൾക്കാണ് പാരൻറ്റും കുട്ടിയും ഒരുമിച്ച് ഇരിക്കുന്നു, എന്നിട്ട് അവരിത് കേൾക്കുന്നു, അവർ അന്ന് ഇംപ്ലിമെൻറ്റ് ഒരു ക്ലാസ് മാത്രം ഒരു ദിവസം കേൾക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് അവർ ആസ്വദിക്കുക. ഡെഫിനറ്റ്ലി അവർ ആസ്വദിക്കും. അവരൊരു ഇപ്പം എൻ്റെ കുട്ടികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദേ ഹാപ്പി. അവർ പഠിക്കാനിരിക്കുമ്പം അവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ദേ ലവ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ദേ എൻജോയ് ഇറ്റ്. പഠനം ആസ്വദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ പാരൻറ്റും കുട്ടിയും കൂടി ഇരിക്കുമ്പോൾ അവരുടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് സാധ്യമാവും. കുട്ടീനോട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് വഴക്ക് കൂടേണ്ടി വരില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് പഠിക്കുന്ന കാര്യത്തിലാണ്. അപ്പം വൈഫ് ചൂടാവും കുട്ടീനോട്, അപ്പോൾ ഹസ്ബൻഡിന് ചൂടാവും. അപ്പോൾ ഹസ്ബൻഡിന് എന്ന് വെച്ചാൽ എന്തിനാ കുട്ടീനോട് ചൂടായി പഠിപ്പിക്കുന്നതെന്നായിരിക്കും മെജോറിറ്റി ഹസ്ബൻഡിൻ്റെ സ്റ്റാൻഡ്. ഭാര്യനെ സംബന്ധിച്ചിടത്തോളം കുട്ടി പഠിച്ചില്ലെങ്കിൽ ആകെ ടെൻഷനാണ്. കാരണം ടീച്ചേഴ്സ് ഭാര്യനോടാ പറയാം, മദേഴ്സിനോടാണല്ലോ അപ്ഡേറ്റ്സ് ഒക്കെ പോവുക. മീറ്റിങ്ങിന് പോകുന്നത് മദേഴ്സാണ്. പിന്നെ മദറാണെങ്കിൽ വീട്ടിലെ ഫുള്ള് ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ നിർത്താതെ പണിയാണ്. കുട്ടി സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ. അതിനിടയിൽ രാത്രി പഠിപ്പിക്കാനിരിക്കുമ്പോൾ കുട്ടിയാണെങ്കിൽ തീരെ ഒബീഡിയൻ്റ് അല്ല. എല്ലാം കൂടെ ഫ്രസ്ട്രേഷൻ പിന്നെ കുട്ടിയുടെ മേലാത്ത് തീർക്കുക. ഈ കുട്ടി ഒരിക്കലും നല്ലവനായിട്ട് വളരൂല.
പഠനത്തിനെ വെറുക്കുന്ന കുട്ടിയായിട്ട് ഈ കുട്ടി വളരുള്ളൂ. ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു റീസൺ വൈ ഐ ഡെവലപ്പ് ദി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഒരു കുട്ടീനെ സ്മാർട്ടാക്കുക, ലൈഫിൽ അവൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഗിഫ്റ്റ് പാരൻസിന് കൊടുക്കാൻ പറ്റുക. അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്, എങ്ങനെ സ്മാർട്ട് ആവണം എന്നുള്ളത്, ആൻഡ് ഒരു എഫക്റ്റീവായിട്ടുള്ള പാരൻറ്റിങ്, ഒരു ബോണ്ട് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദി പാരൻറ്റ് സാധ്യമാവുക എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടാണ് ഈ കോഴ്സ്. വണ്ടർഫുൾ. സോ സർ പറഞ്ഞ പ്രകാരം ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് എ കൺഫർമേഷൻ. സോ ഐ ഹാവ് എ ചൈൽഡ്. ഇപ്പോൾ ഞാൻ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാണ് ആൻഡ് ഷീസ് ഇൻ ഗ്രേഡ് 1 റൈറ്റ് നൗ. ഞാൻ കുട്ടീനെ ഈ സർ പറഞ്ഞ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്നു ആൻഡ് ഷീസ് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്, ആ ഒരു പ്രാക്ടീസ്. ഓക്കെ. ആൻഡ് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ can I, എൻ്റെ വൈഫാണ് പഠിപ്പിക്കുന്നത്. സോ എൻ്റെ വൈഫിന് കംപ്ലീറ്റ്ലി ഈ ലേണിംഗ് മോളെ പഠിപ്പിക്കുക എന്നുള്ള ആ പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ലൈക്ക് ഷീൽ ബി, ദ ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ ഷീ ബി ആൻ ഇൻഡിപെൻഡൻറ്റ് ലേണർ? ഡെഫിനറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ലേണർ ആവുക എന്നതാണ് ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ അല്ലേ? എത്ര കാലം നമുക്ക് കുട്ടിയുടെ കൂടെ തന്നെ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? അത് നല്ലൊരു സൊല്യൂഷൻ അല്ല, അതൊരു സ്പൂൺ ഫീഡിങ്ങാണ്. ദാറ്റ് ഷുഡിൻ ഹാപ്പൻ. ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സായിട്ട് കുട്ടികൾ വളരണമെങ്കിൽ അവർക്ക് എങ്ങനെ പഠിക്കണം എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇനീഷ്യലി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാരണം നമ്മളെ കുട്ടിക്കൊക്കെ ഇപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിക്കൊക്കെ ആണെങ്കിൽ ഇത് സ്വന്തമായി കേട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു സപ്പോർട്ടേഴ്സ് നീഡഡ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മൾ തുടക്കത്തിൽ കൊടുത്താൽ പിന്നെ കുട്ടിക്ക് ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്താൽ മതി. ഒരു 2ലും 3ലും 4ലൊക്കെ എത്തുമ്പോഴത്തെ കുട്ടി ഓട്ടോമാറ്റിക്കലി സ്വന്തമായിട്ട് പഠിക്കും. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ഹോം. എൻ്റെ ഇപ്പം മൂത്തയാൾ 4th ഇതുവരെ മോളോട് പഠിക്കുന്നോ, എന്താ പഠിക്കാത്തതെന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഷീ ഈസ് ഓൺ ഹെർ ഓൺ. എൻ്റെ ഒരു പേഴ്സണൽ സാധനം അങ്ങനെ ഫോഴ്സ് ചെയ്യരുത് എന്നുള്ളതാണ് പഠിക്കുമ്പോൾ. അപ്പം മാഷാല്ലാ പിന്നെ സ്വന്തമായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓവർ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവറും നല്ല തീരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡിപെൻഡൻറ്റ് ലേണറായി അത് ഈ ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റി. കാരണം ഇത് ഞാൻ പേഴ്സണലി എൻ്റെ ലൈഫിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഞാൻ എഴുതിയ എല്ലാ എക്സാംസിലും എനിക്ക്, ഞാൻ കുറച്ചൊന്ന് എന്നെ പൊക്കി പറയുന്നതാണ് വിചാരിച്ചു, എല്ലാ എക്സാംസിലും എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ നല്ലൊരു ടോപ്പ് 5 ലിസ്റ്റ് തന്നെയാണ് പഠിച്ച സ്ഥലത്തൊക്കെ. ഞാൻ ഒരു എന്താ പറയുക, പിന്നെ ഒരു ബ്രൈറ്റ് എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞ അൽഹംദുലില്ലാഹ്. എക്സാംസ് എന്ന് പറയുന്നത് എനിക്ക് വാസ് സംതിങ് ദാറ്റ് ഐ ലവ്. നല്ല മാർക്ക് കിട്ടും. എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീറ്റായിട്ട് പേപ്പർ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നൊക്കെ. എൻ്റെ +2ൻ്റെ പേപ്പേഴ്സൊക്കെ കുറേ മുമ്പുള്ളതല്ലേ എൻ്റെ വീട്ടിലിങ്ങനെ എടുത്തു വെച്ചിരുന്നു. കാരണം ടീച്ചേഴ്സിൻ്റെ കമൻസ് എല്ലാം കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം പറഞ്ഞു വന്നത്, എക്സാംസിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും എനിക്ക് ഞാൻ എഴുതിയതിലൊക്കെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ഇപ്പോൾ JRF പോലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. PGക്ക് എനിക്ക് ഗോൾഡ് മെഡലോടുകൂടെ 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജീസിൻ്റെ ഗുണമാണ്. കുറേ നേരം ഇരുന്ന് പഠിച്ചതിൻ്റെ ഗുണം എനിക്കതിന് പറ്റില്ല. കാരണം എനിക്ക് ആ പഠിക്കുന്നതിനേക്കാളും ഞാൻ ആസ്വദിക്കുന്നത് മറ്റേ ബുക്കുകൾ വായിക്കാനാണ്. PG എക്സാംസിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സിലബസ് വായിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ എക്സ്ട്രാ ബുക്കുകളാണ് വായിച്ചത്. അപ്പോൾ പോലും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഫിക്ഷൻ. അന്നാണെങ്കിൽ എനിക്ക് വന്ന നമ്മുടെ ഈ ചേതൻ ഭഗത്തിൻ്റെ ബുക്കൊക്കെ വന്ന് വായിച്ചത്. എനിക്ക് പിന്നീട് അങ്ങനെയല്ല, എനിക്കതൊരു നല്ലൊരു സാധനമായിട്ട് പിന്നീട് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എന്തെങ്കിലും വായിക്കണം എന്നല്ലേ. കാരണം നമ്മൾ കോളേജിലാണല്ലോ. അപ്പോൾ ഒരു 5.7 എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട്. നമ്മുടെ ഒരു ഹിന്ദി മൂവി ആയൊരു ബുക്ക് അല്ലേ, ആമിർ ഖാൻ, ടു സ്റ്റേറ്റ്സ് അല്ല, 3 Idiots. അപ്പോൾ അത് 5.7 ആണ് ആ ബുക്ക്. ആ ബുക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ അത് നമുക്ക് കുറേ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അതൊരു കോളേജിലും യൂണിവേഴ്സിറ്റിയിലും നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ വായിച്ച്, അപ്പം ഞാൻ പഠിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് ഷോർട്ട് നോട്ട്സൊക്കെ പോലെ ഉപയോഗിച്ച് നിമോണിക്സ് ഉപയോഗിച്ച് ചെയ്തതുകൊണ്ടാണ് എനിക്ക് 1ാം റാങ്കെല്ലാം കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ കുറേ സ്ട്രാറ്റജീസും പിന്നെ നമ്മുടെ ഈ ജിം കുക്കിൻ്റെ ഫാസ്റ്റ് ലേണിംഗ് മെത്തേഡും കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഈ കോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് കോഴ്സാണ്. ഒരു കുട്ടീനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേണർ ആക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. ദോ ഇനീഷ്യലി യു നീഡ് ടു സപ്പോർട്ട് യുവർ ചൈൽഡ്, ലേറ്റർ ഓൺ ദി ചൈൽഡ് വിൽ ബിക്കം എ സെൽഫ് ലേണർ. റൈറ്റ്. സോ ലേണിംഗ് എന്നുള്ള സാറിൻ്റെ കോഴ്സ്, യു സെഡ് ദാറ്റ് ഇറ്റ്സ് ഈവൻ ഗുഡ് ഫോർ കോളേജ് സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ ചെറിയ കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. ദി അതർ കാറ്റഗറി വിച്ച് ഐ തിങ്ക് ഇസ് ലൈക്ക് ഇപ്പോൾ PSC കോച്ചിങ്, അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ആപ്റ്റ് ആവുമോ? Can they also purchase this എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പം ഓയിൽ റിഗ് എന്ന് പറയുന്നൊരു കോഡുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഓയിൽ, അത് ഓക്സിഡേഷനും പിന്നെ റിഡക്ഷനും പഠിപ്പിക്കുക. ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു സാധനമാണ്. കാരണം അത് പിന്നെ ഓയിൽ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പിന്നെ എന്താണ്
റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ഓയിൽ റിഗ്. അപ്പോൾ ഈ ഓയിൽ എന്നുള്ളൊരു കോഡ് വെച്ചിട്ട് ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഓയിൽ. റിഗ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, റിഗ്. അപ്പോൾ അതൊരു കോഡ് വെച്ചിട്ട്, ഇപ്പോൾ ഓംസ് ലോക്ക് ഒരു കോഡ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾക്ക് കോഡുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രസിഡൻസിനെ പഠിക്കാനൊരു കോഡുണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സിനെ പഠിക്കാനൊരു സ്റ്റോറി ഉണ്ട്, ഒരു പാട്ടുണ്ട്. അതൊക്കെ ഞാനൊരു ഉദാഹരണം വെച്ച് ഉണ്ടാക്കിയിട്ട് കുട്ടികളോട് സ്വന്തമായിട്ട് അവരുടേതായ കോഡ്സ് ഉണ്ടാക്കാനാണ് പറയൽ. കാരണം എൻ്റെ കോഡ് നിങ്ങൾക്ക് വർക്കൗട്ട് ആയിക്കോളുന്നില്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ കോഡ്സ് ഉണ്ടാക്കാൻ അവരെ പിന്നെ കപ്പാസിറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടി വരുന്നത്, കാണാതെ പഠിക്കേണ്ടി വരുന്നത് PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് നദികളുടെ പേര് പഠിക്കണം, വർഷങ്ങളുടെ പേര് പഠിക്കണം, അതിനൊക്കെ കോഡ്സ് ഉപയോഗിക്കാൻ പറ്റും, സ്റ്റോറീസ് ഉപയോഗിക്കാൻ പറ്റും, നിമോണിക്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അവരുടെ ലേണിംഗ് ഒന്നും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കോഴ്സ് വിൽ ബി യൂസ്ഫുൾ. All right. So coming back to your introduction, you said that you were the person who was behind Skill Age എന്നുള്ളത്. ഇപ്പം നമ്മൾ ഒരു യൂത്തിൻ്റെ ഒക്കെ എസ്പെഷ്യലി വി സേ Gen Z കിഡ്സ്, റൈറ്റ്? പ്രത്യേകിച്ചും യു ഓൾസോ മെൻഷൻ ദാറ്റ് ദേ സീം എയിംലെസ്, ഗോൾലെസ് എന്നുള്ള രീതിയിൽ. സോ ശരിക്കും അവർ എന്താണ് വാട്ട് ഈസ് ദി ആക്ച്വൽ പ്രോബ്ലം ദേ ഫേസ്? എന്താണ് അവരുടെ ശരിക്കുള്ള പ്രോബ്ലം? ആൻഡ് ഹൗ ക്യാൻ വി മേക്ക് ഷുവർ ദാറ്റ് they change or they become fit for the future that wait for them? എങ്ങനെയാണ് അവർ നമ്മൾക്ക് ഒരു നമ്പർ 1 റീസൺ അവർക്കൊരു വ്യക്തമായ ഗോളില്ല എന്നുള്ളതാണ് നമ്പർ 1 റീസൺ. ആ ഗോളില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലേ? അവർക്ക് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊന്നും ഒരു വലിയ ധാരണയില്ല. ആൻഡ് ഈ ഒരു ജനറേഷൻ എസ്പെഷ്യലി Gen Z ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ആൾക്കാരാണ്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരൊന്നിനും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. മനുഷ്യന്മാരുടെ ഒരു സ്വാഭാവിക ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വെയിറ്റിംഗ് ഉണ്ട്. നമ്മൾ ഓടാനും ചാടാനും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയുക, പിടിച്ചു നിന്നു, സ്വന്തമായിട്ട് നിന്നു, പതിയെ കാലെടുത്ത് വെച്ചു, പിന്നെ ചെറുങ്ങനെ ഓടാൻ തുടങ്ങിയല്ലേ? ആ ഒരു പ്രോസസ്സില്ലേ, വി നീഡ് ടു വെയിറ്റ്. എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ആ വെയിറ്റിങ്ങിന് നമ്മുടെ പുതിയ Gen Z റെഡിയല്ല. ദേ നീഡ് എവറിത്തിങ് നൗ. ഇപ്പോൾ പെട്ടെന്ന് പണി വേണം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, പെട്ടെന്ന്. അപ്പോൾ അത് കുറേ പഠിക്കാനൊന്നും അവർ തയ്യാറല്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരെല്ലാം കിട്ടി ശീലിച്ചു പോയി. ഇപ്പോൾ മൊബൈൽ ഫോൺ കയ്യിൽ വരുന്നതോടുകൂടെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് ഇല്ല. ഇപ്പം എനിക്ക് സ്വിറ്റ്സർലാൻഡ് കാണണോ, ഐ ക്യാൻ സീ. എൻ്റെ ബ്രെയിന് ഞാൻ സ്വിറ്റ്സർലാൻഡ് ഡയറക്റ്റ് പോകുന്നതും വീട്ടിൽ കാണുന്നതും എൻ്റെ ബ്രെയിന് സെയിമാണ്. എനിക്ക് കാർട്ടൂൺ കാണണോ, ഉടനെ കാണാം. എനിക്ക് മൂവി കാണണോ, ഉടനെ കാണാം. എനിക്ക് പാട്ട് കേൾക്കണോ, ഉടനെ കാണാം. എനിക്ക് ആരോടും ചാറ്റ് ചെയ്യണോ, ഐ ക്യാൻ ഡു ഇറ്റ് എവറിത്തിങ് ഓൺ ദ സ്പോട്ട് വിത്ത് ജസ്റ്റ് സ്വൈപ്പ് ഓഫ് എ ഫിംഗർ. എല്ലാം ഈസ് മെയ്ഡ് പോസിബിൾ. അത് നമ്മളുടെ ഒരു വെയിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ചു. നമുക്ക് എല്ലാ സാധനവും പെട്ടെന്ന് നടക്കണം എന്നുള്ളൊരു തോട്ട് വന്നു. അതുകൊണ്ട് ഇവർ ഈ പഠനം എന്ന് പറയുന്ന സാധനം ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ വെയിറ്റ് ചെയ്യണം, ജോലി അങ്ങനെ കുറേ വെയിറ്റ് ചെയ്യണം. അതിനൊന്നും അവരൊരുക്കല്ല. അവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ അവർ കുറേ ടെക്നോളജി നോക്കുക, എളുപ്പ വഴികൾ നോക്കുക, പിന്നെ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ വിശ്വസിച്ചിട്ട് അങ്ങനെ പോവുക, ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ. ഇതാണൊരു സാധനം. ഈ ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, പെട്ടെന്ന് തന്നെ ഒരു ജോബിലേക്ക് എത്തുക. ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ആൾക്കാരായതുകൊണ്ട് ഇവർ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ ഗോൾസ് പ്രകാരം പോകാനോ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് കവർ ചെയ്യാനൊന്നും അവർ തയ്യാറല്ല. ഇപ്പം ഷോക്കിംഗ് ന്യൂസ് ഈസ് ദാറ്റ് MBBS പോലും അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരിലെ മുമ്പത്തെ അപേക്ഷിച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ഭയങ്കര കൂടുതലാണല്ലോ. കാരണം അത്രയും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇവർ ദേ ആർ നോട്ട് റെഡി ടു വെയിറ്റ് ഫോർ 5 years. 5 long years ഫോർ ദം ഇസ് ലൈക്ക് എൻ്റെ ലൈഫിൻ്റെ 5 years നഷ്ടപ്പെടാണെന്നുള്ള തോട്ടിലാണ്. എനിക്കിപ്പോൾ വൈബ് അടിക്കണം, എനിക്ക് ടൂർ പോകണം, എനിക്ക് കറങ്ങണം, എനിക്ക് ബൈക്കിൽ പോകണം, എനിക്ക് ഇങ്ങനെ കുറേ ഒരു ഫാൻസി വേൾഡിൽ നമ്മൾ ആൾക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു വ്യക്തമായൊരു ഗോൾസ് ഇല്ല ലൈഫിൽ. എന്ത് അച്ചീവ് ചെയ്യുന്ന ഗോൾസ് ഇല്ല. ദേ ആർ നോട്ട് റെഡി ടു വെയിറ്റ്. അവർ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആക്ഷൻ ആ ഗോളുമായിട്ട് അലൈൻഡ് ആവുള്ളൂ. അത് അലൈൻഡ് ആവാൻ മാത്രം അലൈൻഡ് ആവണമെങ്കിൽ ഗോൾ വേണം. അതില്ലാത്തതുകൊണ്ട് തന്നെ അവർ തോന്നുന്നൊക്കെ ചെയ്യുക, അല്ലേ? അവർ എളുപ്പമാർഗ്ഗത്തിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുക, എന്തെങ്കിലുമൊക്കെ ട്രാപ്പിൽ പെടുക, ഡ്രഗ്സിൻ്റെ ട്രേഡിൽ പെടുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്. ഇപ്പോൾ ജെൻസിനോട് ഇത് പറയുമ്പോൾ, ഇപ്പോഴത്തെ ആൾക്കാരോട് പറയുമ്പോൾ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാക്കുമെങ്കിലും ദിസ് ഈസ് റിയാലിറ്റി, അല്ലേ? നമ്മളെല്ലാത്തിനും ഒരു വെയിറ്റിംഗ് പീരീഡ് ഇല്ലേ എന്താണെങ്കിലും. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഒരു ഗോൾ, നമ്മുടെ ഒരു കരിയറിനും ഒക്കെ എന്തായാലും വെയിറ്റിംഗ് പീരീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സാധനമാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ആൾക്കാരായതാണ് ഇവരുടെ ഒരു പ്രശ്നം. അത് മൊബൈൽ ഫോണിൻ്റെയും ടെക്നോളജിയുടെയും ഒരു കടന്നു വരവുകൊണ്ടുണ്ടായ ഒരു വലിയൊരു ഡേഞ്ചറാണ്. അവിടെ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കണക്ട് ചെയ്യുന്നത് അതിലേക്കാണ്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അവർക്ക് വേണ്ടതെല്ലാം ഉടനെ തന്നെ സാധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലും അങ്ങനെ തന്നെ, നമ്മളും
അങ്ങനെ തന്നെ. അവർക്ക് പിന്നെ വെയിറ്റിംഗ് എന്ന് പറയുന്ന സാധനം അവരുടെ അജണ്ടയിൽ ഉണ്ടാവില്ല. എല്ലാം പെട്ടെന്ന് കിട്ടി. ഇനി കിട്ടാതാകുമ്പോഴത്തേക്ക് അവരാകെ ഡെസ്പറേറ്റ് ആവും, അവർ ടെൻസ്ഡ് ആവും. അതുകൊണ്ടാണ് TV കാണണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സൂയിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് ടൂർ പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സൂയിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ മൊബൈൽ ഫോൺ തരൂല എന്ന് പറയുമ്പോഴത്തേക്ക് ഉമ്മനെ കഴുത്തോണ്ട് വെട്ടുന്നത്, റീചാർജ് ചെയ്യാത്തതിന് എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുന്നതൊക്കെ. വൈ? അവരുടെ ബ്രെയിനിന് ലോങ് പീരീഡ് വെയിറ്റ് ചെയ്തിട്ട് ശീലമില്ല. ദേ നീഡ് എവറിത്തിങ് നൗ. ദേ ആർ നോട്ട് റെഡി ടു വെയിറ്റ്. അത് കിട്ടാതാകുമ്പോൾ ഡ്രഗ്സ് കിട്ടാതായാലുണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലേ, അതുപോലത്തെ ബുദ്ധിമുട്ട് അവരനുഭവിക്കുകയാണ്. And I think parents are not aware of it, like especially when it comes to mobile phone കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് I don't think that they take it that serious. They don't. എന്താ പറയുക, ഇതുപോലെ അറിയാം, ചില സാധനങ്ങളൊക്കെ നമ്മളൊരു സേഫ്റ്റിയിൽ വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. നമ്മളെ മക്കൾ സേഫായിരിക്കും, നമ്മളെ മക്കളാണെന്നും ചെയ്യില്ല, വേറെയുള്ള ആൾക്കാരാണ് ഗെയിം അഡിക്റ്റ് ആവുള്ളൂ, വേറെയുള്ള ആൾക്കാരെ ഡ്രഗ്സിന് പിന്നെ പോവുള്ളൂ, നമ്മളെ മക്കൾ പോവില്ല എന്ന് അതൊക്കെ റെഡിയാണ്, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ കയ്യിൽ കിട്ടുന്നതോടുകൂടെ നമ്മളൊരു വലിയ ലോകമാണ് അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നത്. അവരുടെ ബ്രെയിൻ ഡെവലപ്പായിട്ടില്ല. ശരി ഏത് തെറ്റേത് എന്ന് ഇവർക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, അല്ലേ? നമ്മളുടെ ബ്രെയിനൊരു ഫിൽറ്റർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മുമ്പിൽ കള്ളും വെള്ളവും കൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ബ്രെയിൻ എന്നോട് കള്ള് നല്ലതല്ല, വെള്ളമാണ് നല്ലതെന്ന് എൻ്റെ ബ്രെയിന് പറഞ്ഞു. കാരണം എൻ്റെ ബ്രെയിനിൻ്റെ ഫിൽറ്റർ അങ്ങനെയാണ്. അതേസമയം കള്ള് ഓക്കെയാണ്, കുടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ ബ്രെയിനിൻ്റെ ഫിൽറ്റർ അങ്ങനെയാണ്. എൻ്റെ ഫിൽറ്ററും നിങ്ങളുടെ ഫിൽറ്ററൊക്കെ ഡിഫറെൻറ്റാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ ആ ഫിൽറ്റർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അവർക്ക് കാണുന്നതൊക്കെ ശരിയാണ്. അപ്പോൾ അവർ മൊബൈലിൽ കാണുന്നതൊക്കെ അവരിലേക്ക് പോകാനൊരു ശ്രമം നടക്കും. ഒരാളിങ്ങനെ ഹൈ അയച്ചാൽ മാത്രം മതി പ്രണയബന്ധത്തിലാവുക. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിയാൽ തിരൂർ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണിയായത് 25 വയസ്സുള്ള ഒരാൾ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ചതാണ്, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. ഇതുവരെ കാണാത്തൊരു വ്യക്തിയോട് ഒരു ഇൻസ്റ്റഗ്രാം ഹൈ മെസ്സേജിൻ്റെ പേരിൽ കണക്ഷൻ ആവുന്നു, ഫിസിക്കൽ കോണ്ടാക്റ്റ് ആവുന്നു, ഈവൻ പ്രഗ്നൻറ്റ് വരെ ആവുന്നു. നോക്കിയേ, ഇത് ഡേഞ്ചർ അല്ലേ? എന്തുകൊണ്ടാണ്? ഈ കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുന്നതോടുകൂടെ വലിയൊരു ലോകം കൂടെ നമ്മൾ തുറന്നു കൊടുക്കുക. ഇപ്പോൾ റീസെൻ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോഡ്കാസ്റ്റ് കിട്ടും. അതിൽ പറയുന്നത് എന്താ പറയുക, സെക്ഷുവൽ അബ്യൂസ്, ലൈംഗികമായ അതിക്രമങ്ങൾ, കുട്ടികൾ, ഡ്രഗ് അഡിക്ഷൻ, ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 15 വയസ്സ് വരെ നിങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോൺ കൊടുക്കരുത്. 18 വയസ്സാകുന്നത് വരെ അവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കരുത്. ഇനി സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ അതിൻ്റെ യൂസർ നെയിം, ക്രെഡൻഷ്യൽസും പാസ്വേഡ്സും പാരൻസിന് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമാണ്. പക്ഷെ നമ്മുടെ മക്കൾക്ക് 10ാം ക്ലാസ് പാസ്സാകുമ്പോഴത്തേക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഐഫോണാണ്. പിന്നെ അവർക്ക് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ്. അപ്പോൾ ഇവർക്ക് നമ്മളായിട്ട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത്, ഇത് എത്ര പറഞ്ഞാലും ചില ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ചില പാരൻസിനെ അവർ ഈ പറഞ്ഞ പോലെ എൻ്റെ കുട്ടിക്ക് ഫോണുണ്ട് എന്നൊക്കെ അഭിമാനത്തോടു കൂടെ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോള് പറയും അവരുടെ ക്ലാസ്മേറ്റിന് ഫോണുണ്ട്, ടാബുണ്ട്, ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്താണ് എന്നൊക്കെ. ഒരു ഫോർ ദം ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ ഇത് എന്ത് രീതിയിലാണ് അവർ ഇതിനെടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഫോണൊന്നും ഇല്ലാതെ നടക്കില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് മോർ ലൈക്ക് എൻ എക്സ്ക്യൂസ് ഫോർ ദ പാരൻസ്. ബിക്കോസ് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകണമെങ്കിൽ their children needs to be engaged. And this is a easy babysitter. This is an easy way to engage them. അവർക്കൊരു ഫോൺ കൊടുക്കുന്നതോട് കൂടിയിട്ട് then they completely dependent ഒന്നും ആവാതെ like they on their own. ബേബി സിറ്റർ എന്ന് പറയും ഫോണിന്. അപ്പോൾ അവർ ബേബി സിറ്റർ ആക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് നാനി, ആരെങ്കിലും കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു നാനീൻ്റെ ഒരു റോളാണ് ശരിക്കും ഫോണ്. പിന്നെ അതിലറിയാം ഈ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇവർ പറയാം കുട്ടി അങ്ങനെ യൂസ്ഡ് ആണ്, അതില്ലാതെ ഫുഡ് കഴിക്കൂല എന്ന് പറയുന്നത്. ഞാൻ ഈ ചെറുപ്പത്തിലെ അങ്ങനെ ആയിരുന്നോ? എനിക്ക് ചോദിക്കാനുള്ളത് അതാ. ഒരു വയസ്സുള്ളൊരു കുട്ടിക്ക് അവന് സാധാരണ രീതിയിൽ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് കൊടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഒരു കൺവീനിയൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ കൊടുത്ത് തുടങ്ങിയത്. അപ്പം മുതൽ ആ കുട്ടിക്ക് ഈ ഹാബിറ്റ് വരുന്നത്, ഈ പാറ്റേൺ വരുന്നത്. അതുവരെ കുട്ടിക്ക് ആ പാറ്റേൺ ഇല്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കൊടുത്താലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയും ആ കുട്ടി ഫോൺ കൊടുത്തിട്ട് കഴിക്കുന്നതിനും നല്ലത് കഴിക്കാതിരിക്കല. ഒരു കുട്ടിയും ഒരു ദിവസത്തിൽ കൂടുതൽ വിശന്നിരിക്കില്ല. ഫോണില്ലെങ്കിലും നല്ല രീതിയിൽ വിശന്ന് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ഫോണില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഫുഡിന് ചോദിക്കും. ഒരു 3 ദിവസം ഇപ്പോൾ ഫോൺ അഡിക്റ്റായ, ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ കൊടുത്തേ തീരൂ എന്ന് പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ ഞാൻ പാരൻസിനോട് പറയൽ, ഒരു 3 ദിവസം ഫോണില്ലാതെ നിങ്ങൾ ഫുഡ് കൊടുത്തു നോക്കുക. കഴിക്കൂലായിരിക്കും, കഴിക്കണ്ട. 3 ദിവസം കുട്ടി കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. 3-4-ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി
കുട്ടി ഫോൺ ചോദിക്കും, ഫുഡ് ചോദിക്കും, ഫോണില്ലാത്ത ഫുഡ് ചോദിക്കും. പിന്നെ കുട്ടി അങ്ങനെ വിശന്നിരിക്കുമെന്നില്ല, ചിലപ്പോൾ ചോക്ലേറ്റ് തിന്നുണ്ടാവാം, ചിലപ്പോൾ പാൽ കുടിക്കുന്നുണ്ടാവാം, വെള്ളം കഴിക്കുന്നുണ്ടാവാം, എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ സമാധാനത്തിന് ഈ ചോറ് തന്നെ കഴിച്ചാലേ ചിലപ്പം കഴിച്ചു എന്ന് നമുക്ക് തോന്നുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ വിശന്നിരിക്കുമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ പാരൻസിൻ്റെ എക്സ്ക്യൂസ് തന്നെയാണ്. അതിന് എന്നെ എത്ര ആൾക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ ഞാൻ ചില ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ കുറേ കമൻസ് എല്ലാം വരും, നിങ്ങൾക്ക് കുട്ടികളില്ലാഞ്ഞിട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നങ്ങ് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഭാര്യനോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ വീട്ടിലൊരു CCTV വെച്ച് നോക്ക്, ഭാര്യ അങ്ങനെ ആ ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെ നോക്കി നോക്കുക എന്നൊക്കെ. എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ 1.5 വയസ്സുള്ള കുട്ടി പോലും അൽഹംദുലില്ലാ സ്വന്തമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, സ്വന്തം കൈകൊണ്ട്. വാരി കൊടുക്കുന്ന പോലും ഇഷ്ടമില്ല. അത് അത്ഭുതമല്ല, ഒരിക്കലും അത്ഭുതമല്ല. ആ കുട്ടിയുടെ നേച്ചർ അതാണ്. ആ കുട്ടിയുടെ എന്നല്ല, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളുടെയും നേച്ചർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഫുഡ് വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അത് ബ്രേക്ക് ചെയ്യുന്നത് നമ്മളാണ്. നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തിട്ടും ഫോൺ കാണിച്ചു കൊടുത്തിട്ടും TV വെച്ച് കൊടുത്തിട്ടും അങ്ങനെ നമ്മൾ പിന്നെ ശീലിപ്പിക്കുന്നതാണ് കുട്ടീനെ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, നിങ്ങൾ 7 വയസ്സ് വരെ ഒരു കുട്ടീനെ എൻ്റെ അടുത്തേക്ക് തരിക, ഞാൻ അവനെ വേണമെങ്കിൽ കള്ളനാക്കാം, ഞാൻ അവനെ വേണമെങ്കിൽ കൊള്ളക്കാരനാക്കാം, ഞാൻ അവനെ വേണമെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആക്കാം, ഞാൻ അവനെ വേണമെങ്കിൽ ഫേമസ് എന്തെങ്കിലും പേഴ്സൺ ആക്കാം, പൈലറ്റ് ആക്കാം, ഡോക്ടർ ആക്കാം, എഞ്ചിനീയർ ആക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, ആ 7 വയസ്സ് വരെ എന്ത് ഇൻപുട്സ് ആണോ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത്, ആ കുട്ടി അതിനനുസരിച്ച് ആ കുട്ടിയുടെ ലൈഫ് സെറ്റ് ആവുക എന്നുള്ളതാണ്. Okay.